വിദ്യാസാഗർ സാറിനും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഒക്കെ പങ്കുണ്ട്. സാറ് വന്നപ്പോ ഞങ്ങൾ പോയി കണ്ടു. സാർ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് ഈ പാട്ടിലാണ്. കാർത്തിക പൊൻകരൾ കാവിൽ അമ്മ കണ്ണിൽ നെയ് നിറ. അത് പാടുന്നതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ് ഇങ്ങനെ പോകും എന്റെ ഇടയിൽ. തോന്നുന്നുണ്ട്, എനിക്ക് പാടാൻ അറിയില്ലേ, മനസ്സിലുണ്ട്. പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ. എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം. മാന്യനാണല്ലോ അല്ലേ? മാന്യനായ കാമുകൻ, ഭയങ്കര മാന്യനായിട്ടുള്ള കാമുകൻ. ദുർദ്ദേശത്തോടു കൂടി മൊത്തം ക്രിയേറ്റ് ചെയ്ത് പാട്ടും പാടി കൈവശപ്പെടുത്തി എല്ലാം ചെയ്തിട്ട് മാന്യമായിട്ട് ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ എനിക്കറിയാം വീട്ടിൽ ചോദിച്ച സമ്മതിക്കില്ല. പക്ഷെ ഞാൻ വിളിച്ചു വീട്ടിലേക്ക്. വിളിച്ചപ്പോ അവർ പറഞ്ഞു പറ്റില്ല. ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ആ 2 വർഷം ഞങ്ങള് തിക് പ്രണയായി. നീ വരുമ്പോൾ നിൻ വിരൽ തോടുമ്പോൾ ഞാൻ. എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നു, ഭയങ്കര സംഭവം. ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. ഞാനൊരു പാട്ട് പാടാം. അപ്പൊ അത് പാടാം, അത് കേൾക്കണം, എപ്പോഴും കേൾക്കണം, കുളിര് വരണം. ഓക്കെ. പിന്നെയും പിന്നെയും ആരു കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. ശരത് സാറ് പ്രോഗ്രാമിന് വിളിക്കുന്നു, എന്നിട്ട് ആ പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞപ്പോ മുതൽ ഇങ്ങനെ ഇരിക്കുക. ശരത്തേട്ടൻ അങ്ങനെ ഒരു കമന്റ് പറയുമ്പോ ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് അത്. ഇത്രേച്ച് പറയും, കല്യാണം കഴിഞ്ഞതിന് ശേഷം സവിജ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം നല്ല വൃത്തി മെനയൊക്കെ. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നിഷാജും ഞാൻ ആ സവിജയില് കുടുങ്ങിക്കിടക്കുവാണ്. ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, നിങ്ങൾ കൗണ്ടർ അടിച്ചതുകൊണ്ട് ഇത് ഇടേണ്ടി വരും. സവിജ എന്നെ തെറ്റിച്ചതാ. ശരി, ഓക്കെ. നിഷാദും സവിജയാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. ഹായ്. സവിജയാണ് എന്നെ തെറ്റിച്ചത് കേട്ടോ. എവിടെ നീ കിട്ടി നിഷാജോ? ഈ സവിജ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഇതെങ്ങനെ ഇങ്ങനെ ഒരു പേര്? സവിജ അച്ഛൻ്റെ ഒരു സെലക്ഷൻ ആണ്. പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ 2 സിസ്റ്റേഴ്സാണ്, സാവിത്രി, വൃന്ദ. അപ്പൊ അമ്മയുടെ പേര് ജയ. അപ്പൊ ഇതിൽ നിന്ന് 3 ലെറ്റേഴ്സ് എടുത്തിട്ട് സ വി ജ എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അച്ഛൻ ഭയങ്കര ക്രിയേറ്റീവ്, രക്ഷയില്ല. സവിജയുടെ അച്ഛൻ്റെ ഡ്രസ് പാറ്റേൺ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ. പുള്ളിയുടെ ഡ്രസ് സെലക്ഷനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഞാനിങ്ങനെ സവിജയോട് ചോദിക്കും, ഇതാണല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നതല്ലേ? ഒരുപാട് വിശേഷം പറയാനുണ്ട്, പക്ഷെ ഇതിനിടയിൽ ഇടപെട്ടിട്ട് ആദ്യം എനിക്ക് ആ ബോയ് ഫ്രണ്ടിലെ പാട്ടില്ലേ, ഓമനെ പൊന്നെ നിന്നെ, അതെങ്ങനെ കറക്റ്റായിട്ട് അത് തന്നെ ചോദിച്ചേ? ചോദിക്കണം. കാരണം എന്താ അറിയോ, സവിജ കൂടി ഇരിക്കുമ്പോ അതിനൊരു വലിയ പ്രാധാന്യം. കാരണം സവിജ എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പേ സവിജ കേട്ടിട്ടുള്ള എൻ്റെ ഒരു പാട്ടെന്ന് പറയുന്നത് ഓമനയാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ പാട്ട് ഞാനാണ് പാടിയത് എന്നറിയുമ്പോൾ ഒരു അതിലേക്ക് വരാം. ആ പാട്ട് പാടി കേട്ടിട്ട് നമുക്ക് പോവാം കഥയിൽ. ലാലി 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 ലാലിലോ ലേ 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 ലോ. ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ, താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ, പാലാഴി നിലാവമ്മ, ചേലേഴിൻ കിനാവമ്മ, എൻ്റെ മാത്രം അമ്മ. ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. ഓ, ആ
ലിറിക്സിൽ ഓമനെ പൊന്നെ നിന്നെ എന്നല്ലേ, ഉണ്ണി നിന്നെ. അത് കുറേ പേര് തെറ്റിച്ച് പാടുമായിരുന്നു. കാരണം ആ ബീറ്റിൽ ഞങ്ങളത് റെക്കോർഡ് ചെയ്ത സമയത്തും റെക്കോർഡ് ചെയ്ത് പിന്നെ കേൾക്കുമ്പോൾ സുജേച്ചിയുടെ പൊന്നെ പാ എന്നാണ് സൗണ്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ബീറ്റ് അവിടെ കിടക്കുന്നു, ഒരു ബീറ്റ് ഇങ്ങനെ, ആ ബീറ്റും ഈ പ്രൊനൗൺസിയേഷനും കൂടെ വന്നപ്പോൾ അത് പാന്ന് കേട്ടു. പക്ഷെ അത് അങ്ങനെ തന്നെ വിട്ടുപോയി. ഈ പാട്ടിൽ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. കുട്ടൻ ചേട്ടനെ ഞങ്ങൾ വിളിക്കുക, എം ജയേന്ദ്രൻ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ, അസിസ്റ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്ത് കിട്ടിയൊരു പാട്ടാണ് ഈ പാട്ട്. പാടി കഴിഞ്ഞപ്പോൾ ആദ്യം സുജ ചേച്ചി പാടി, പിന്നെ ഞാൻ പാടി കഴിഞ്ഞിട്ട് ഇതിൽ ഈ ഫസ്റ്റ് ഹമ്മിങ് ഞാൻ പാടിയത് ലാലി ലാലി, അത് ഞാൻ എത്ര പാടിയിട്ടും കുട്ടൻചേട്ടനെ കൊണ്ട് തൃപ്തിയാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും സമയമെടുത്തത് ആ ഹമ്മിങ് പാടാനാണ്. ബാക്കി പാട്ട് വേഗം പാടിക്കഴിഞ്ഞു. എത്ര പാടിയിട്ടും അല്ല അത് ശരിയായിട്ടില്ല, ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷനിലേക്ക് വന്നിട്ടില്ല, അത് ശരിയായിട്ടില്ല, അത് ശരിയാക്കുന്ന ഭയങ്കര ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് തവണ ടേക്ക് ചെയ്തൊരു ഹമ്മിങ് ആണ്. പഞ്ചാര ഉമ്മ തരാം എന്നുള്ളത് ശിവാംഗിയാണത് പാടിയത്. ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചിയുടെ മകളായിട്ടുള്ള ശിവാംഗി, അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ്. ഈ ശിവാംഗിയുടെ അച്ഛൻ കൃഷ്ണകുമാറേട്ടൻ എം ജയേന്ദ്രൻ സാറിൻ്റെ കുറേ വർക്കുകൾ അസിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറേ കൊളാബ് ചെയ്ത് കുറേ നമ്മളെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ആ വർക്ക്. സാർ ഇത് റെക്കോർഡ് ചെയ്ത മുഴുവൻ ചിത്രേച്ചിയുടെ സ്റ്റുഡിയോയിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം. അപ്പോൾ തൊട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടും. അപ്പം ചേട്ടൻ എം ജയേന്ദ്രൻ സാറ് ഇവരെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്, കുറേ കൊലീഗ്സ് ആണ്. ആ ഒരു സൗഹൃദവും പാട്ടിൻ്റെ സൗഹൃദം എല്ലാം കൂടി അദ്ദേഹം എപ്പോഴും വരും റെക്കോർഡ്. അപ്പോൾ ഇതിൽ ഈ പാട്ടിൻ്റെ ഇടയിൽ ഒരു ഹമ്മിങ് ഉണ്ട്, സെക്കൻഡ് BGയിലാന്ന് തോന്നുന്നു. ആ ഒരു ഹമ്മിങ് പുള്ളി വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്ലേ ചെയ്തപ്പം കൃഷ്ണകുമാറേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ പാടിയത് അതിൻ്റെ കൂടെ. എം ജയേന്ദ്രൻ സാർ പറഞ്ഞു കൊള്ളാമല്ലോ അത് റെക്കോർഡ് ചെയ്യും അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാർ ഇട്ടിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചറിയാം ഒരു BGന്റെ ഇടയിൽ. അത് എനിക്ക് തോന്നുന്നു പാട്ടിൻ്റെ ഇടയിലാണോ എന്ന് എനിക്ക് സാധനം അല്ലേ. കാർത്തിക പൊൻകരൾ കാവിൽ അമ്മ കണ്ണിൽ നെയ്നിറ, അത് പാടുന്നതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ് ഇങ്ങനെ പോകും എൻ്റെ ഇടയിൽ. പോകുന്നുണ്ട്, എനിക്ക് പാടാൻ അറിയില്ല, മനസ്സിലുണ്ട്. അതാണ് അതും കൂടെ പാടൂ. സ്നേഹമനോഹരിയല്ലേ എന്നമ്മേ ഞാൻ തുണയില്ലേ, ലോല മനസ്സല്ലേ എൻ താലോലം തങ്കമല്ലേ, അച്ഛനെങ്ങോ പോയി അമ്മയെല്ലാമായി കണ്ണനപോലും കഥയായി, ചാരത്തു ദൂരത്തു ഞാൻ എന്നോമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. ഇനി ആ കഥ പറയൂ, ആ പ്രണയകഥ പോരട്ടെ. സവിജ സംസാരിച്ചു തുടങ്ങും. ഞാൻ ഈ പാട്ട് ശ്രദ്ധിക്കുന്നത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡാൻസറാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ചേച്ചി ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഥെല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ മെയിൻ ക്യാരക്ടർ ലക്ഷ്മി ചേച്ചിയാണ്, ലക്ഷ്മി ഗോപാൽസ്വാമിയാണ്. അപ്പം ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നു അന്ന്. ആ പ്രൊഡക്ഷൻ ഓൺ ഫ്ലോസ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പം സിനിമ ഇറങ്ങുന്നത് കണ്ടപ്പം ഈ ആ പാട്ടിൽ മണിക്കുട്ടനും ലക്ഷ്മി ചേച്ചിയും കൂടെ ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്. അപ്പം അത് കണ്ടപ്പോഴേക്കും പെർഫെക്റ്റ്ലി കോറിയോഗ്രാഫ്ഡ്, ഭയങ്കര രസമുള്ള ഒരു പീസ്. അങ്ങനെയാണ് ആ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പാട്ട് പിന്നെ ഞാൻ ലിറിക്സാണ് കൂടുതൽ ശ്രദ്ധിക്കുക എപ്പോഴും ഒരു പാട്ടിൻ്റെ. ലിറിക്സിനൊരു ഫ്ലാറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആർ.കെ. ദാമോദരൻ സാറിൻ്റെ. മണിക്കുട്ടൻ ഒരു ഷോയിൽ വന്നപ്പം ഞാൻ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തത് ഈ പാട്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏട്ടനെ കാണുന്നത്. അപ്പൊ കാണുമ്പോൾ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ആദ്യം പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങളൊരു ഷോയ്ക്ക് വെന്യൂവിലേക്ക് പോകുന്ന സമയത്താണ് എന്നോടിങ്ങനെ പറയുന്നത്, ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓ അത് ശരി, ഏതാ പാട്ട്? ഓമന ഉണ്ണി തന്നെ. അപ്പം ഞാൻ എനിക്കൊന്നാമത് കാർ സിക്നെസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ പെട്ടെന്ന് ഈ പാട്ട് അത് പാടി ചേർന്നാണോ സിക്നെസ് ഒക്കെ പോയി. എനിക്ക് ഷോക്ക്. അന്ന് മുതൽ ഒരു സിക്നെസ് ഇല്ല, കാർ സിക്നെസ് പോയി, അസുഖം വേറെയായി.
സത്യമായിട്ട് പിന്നെ കാർ സിക്നസ് വന്നിട്ടില്ല, ഇന്ന് വരെ ഇല്ല. അതങ്ങനെയാ, വേറെ ചില അസുഖങ്ങളൊന്നും നമ്മള് ചെറിയ അസുഖങ്ങളൊക്കെ മറക്കും. പറഞ്ഞോ ബാക്കി കണ്ടിന്യൂ. ഫ്ലാറ്റ്. എനിക്ക് ആ ഷോക്ക് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ പാട്ട് പാടിയത് ഞാനെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാം, എന്താ പറയാ, അത് കേൾക്കുമ്പോൾ അതിങ്ങനെ ആ സീനെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഫീലാണ്. റൊമാൻറ്റിഫിക്കേഷൻ. അല്ല അത് വേറെ പാട്ടൊന്നും കേട്ടിട്ടില്ല, അതിന് മുമ്പ് പാടിയ പാട്ടുകളൊന്നും അറിയില്ല, ഇത് മാത്രം. അപ്പൊ ഞാൻ ശരിക്കും പറയുന്നത് ഇപ്പം പാലപ്പൂതള് നമ്മള് അതിലേക്ക് വരും, എന്നാലും പറയാം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള കാരണം. പക്ഷെ ഈ പാട്ട് പിന്നീട് ഞാൻ തിരയുമ്പോഴാണ് അത് അത്രയും ഹിറ്റായിരുന്നു ആ പാട്ട് ആ സമയത്ത്. പക്ഷെ അന്ന് നമ്മളങ്ങനെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും, മാത്രമല്ല അന്ന് ചെന്നൈയിലായിരുന്നു കൂടുതൽ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ. അപ്പോൾ ഈ പാട്ട് ഹിറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക്, കേരളത്തിൽ ഹിറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അന്ന് കുട്ടൻചേട്ടൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീടാണ് അതിനുശേഷം കേരളത്തിൽ വരുമ്പോഴാണ് അറിയുന്നത് ഈ പാലപ്പൂ ഒക്കെ ഹിറ്റായതിനു ശേഷമാണ് ഈ പാട്ട് ഹിറ്റാണ്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിറയെ റീൽസ് ഇത് വരുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മദേഴ്സ് ഡേ വരുമ്പോഴത്തേക്ക് ഈ പാട്ട് എടുത്തിട്ട് എല്ലാവരും റീൽ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മണിക്കുട്ടനും കൂടെ ഒന്ന് പോപ്പുലർ ആക്കി, ഓരോ ഷോയുടെ ഇടയിൽ മണിക്കുട്ടൻ പാടുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് ഒന്നുകൂടി പോപ്പുലർ ആയി. പക്ഷെ പാട്ടിന്റെ കഥ കേൾക്കാനല്ല ഞാൻ ചോദിച്ചത്, അതിലേക്ക് വരാം ഒരു സെക്കൻഡ്. ഈ പാലപ്പൂ വിതൽ പറഞ്ഞതുകൊണ്ട്, പാലപ്പൂ വിതൽ എന്ന് പറയുന്നത് ശരസാറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് ബാത്റൂം സിംഗേഴ്സിന് പാടാൻ പറ്റുന്ന പാട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സോപ്പും കൂടെ തേച്ച് കുളിക്കാൻ പറ്റുന്ന പാട്ടാണെന്ന് പറഞ്ഞു. സാറ് പറയാറുണ്ട് സോപ്പ് തേച്ച് കുളിക്കാൻ പറ്റുന്ന പാട്ട്. സത്യത്തിൽ അത് പാട്ട് അത്ര ഈസി അല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതെപ്പോഴും ഹരീഷ് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈസി ആയിട്ട് കരുതുന്ന പലതും ഈസി അല്ല. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ശരത്തേട്ടന്റെ പാട്ട് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ്, ശരത്തേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് പാലപ്പൂതൾ പറയും. പക്ഷെ അല്ല, അത് പാടി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇതേപോലെ ഈ പാട്ട് ഇറങ്ങി ഹിറ്റായ സമയത്ത് ഞാൻ പാടാനായിട്ട് അന്ന് ഡ്യുവറ്റായിട്ട് പാടുമായിരുന്നു ഈ പാട്ട്. അപ്പം ആ സിംഗറിനോട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു ഇതൊന്ന് പഠിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ ഈസി ആണല്ലോ, അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. സ്റ്റേജിൽ വന്നു പ്രോഗ്രാമിന്റെ ആ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പാട്ട് നോക്കിയല്ലോ അല്ലേ എന്നാണ്. അല്ല ഞാൻ ഇപ്പൊ പഠിച്ചോളാം, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പനെ ഇത് ഈശ്വര ഇത് എങ്ങനെ അതേപോലെ തന്നെ ആ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, ആ കുട്ടിക്ക് പാടാൻ ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ കുഴപ്പമില്ല, അത് ആ ഈസിനെസ് തോന്നും ആ പാട്ടിന്. പക്ഷെ ഒരുപാട് ന്യൂആൻസസ് ആ പാട്ടിലുണ്ട്, അത് ശരത്തേട്ടനും അറിയാം. നമ്മള് ഹരീഷ് എപ്പോഴും പറയും, നമ്മുടെ രവീന്ദ്ര മാഷിന്റെ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഹരിമുരളി രവമാണ് നിങ്ങൾ, പക്ഷെ നിറങ്ങളെ ഒന്ന് പാടി നോക്കൂ എന്ന് ഹരീഷ് പറയാറുണ്ട്. അതേപോലെയാണിത്. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ട്. ഏതാ? പാലപ്പൂ. പിന്നെ മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാമ്പുണർന്നു, പ്രണയമാം പിറാവേ എവിടെ നീ കനവു പോൽ മറഞ്ഞു, അത്തിക്കൊമ്പിലൊരു മൺകുടു തരാം, അറ്റം കാണാവാനം നിനക്കു തരാം, കുറുകൂ കാതിൽ തേനോലും നിൻമൊഴികൾ, പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി. നിങ്ങൾക്കിങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും ആ സീന് അവിടെ നിർത്തിക്കുക നമ്മള്. അങ്ങനെ ആ ഷോക്കായി. ബാക്കി ഷോക്ക് ഇങ്ങനെ തുടർന്നത് പിന്നെ വേറൊരു ഷോക്കായിട്ട് മാറി. പിന്നെ ഇത് ഷോ കഴിഞ്ഞപ്പം ഞങ്ങളൊരു 1 month നീണ്ട ഒരു ഷോ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് അതെങ്ങനെയാ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അത് ശരിയാവണില്ലല്ലോ, സിങ്ക് ആവുന്നില്ലല്ലോ. അതിന്റെ ചെറിയ പ്രശ്നം വെച്ചാല് നമ്മള് ഈ ഖത്തർ എയർവേസ് ആയിരുന്നു, അത് പറയണം, പറയാതെ പറ്റില്ല. അപ്പം നമ്മളെ ട്രാവൽ മുഴുവൻ അവരാണ്, എല്ലാം ഖത്തർ എയർവേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ദോഹയിൽ വന്നിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് വരാൻ. അപ്പോൾ ദുബായിക്ക് പോകണമെങ്കിലും ഖത്തറിൽ വന്നിട്ട് വേറെ ഒരു കൺട്രിയിൽ നിന്ന് ദുബായിൽ വന്ന് ഖത്തറിൽ വന്നിട്ട് വേണം ഇപ്പുറത്തേക്ക് വരാൻ. അപ്പം
ഇങ്ങനെ വന്ന ഒരു സമയത്ത് ഒരു ഫ്ലൈയിൽ ഇതേപോലെ ഞങ്ങളെല്ലാവരും ഇറങ്ങി, അതായത് ഖത്തറിൽ ഇറങ്ങി ഞങ്ങളെല്ലാവരും തിരിച്ചു. ഒരു വലിയ ഗ്രൂപ്പായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഡാൻസേഴ്സും അതേപോലെ തന്നെ മിമിക്രി ഉണ്ടായിരുന്നു, പാട്ട് വേറെ തന്നെ സെക്ഷൻ ഉണ്ടായിരുന്നു, പാട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി, എല്ലാവരും മീൻസ് നമ്മുടെ കുട്ടപ്പൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, വിജയ കുട്ടപ്പൻ ചേട്ടൻ. അപ്പം ഇവർ 5 പേര് 6 പേര് 5 പേരുണ്ടായിരുന്നു. ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാനായപ്പോഴത്തേക്ക് ഒരാളുണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. കുട്ടപ്പൻ ചേട്ടൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നോക്കുമ്പം എന്താണ് സംഭവം നോക്കുമ്പോൾ കുട്ടൻ ചേട്ടൻ എന്താ മക്കളെ, കുട്ടൻ ചേട്ടൻ പറഞ്ഞു കൂടെയുള്ള പിള്ളേരോട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച് ഈ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോന്നോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ സവിജേനെ മാത്രം അവിടെ പിടിച്ചു വെച്ചു വരും. എന്തൊരു സംഭവം അത്, അവരെന്തോ ഇന്തോനേഷ്യൻ കാര്യാന്ന് വിചാരിച്ചിട്ട് പിടിച്ചു നിർത്തിയത്. അങ്ങനെ എന്താ സംഭവം, ഇത് ബോംബ് വെച്ചിട്ടുണ്ട് എന്താ സംഭവം, അതേ സംഭവം പിടിച്ചു വെച്ച് കരച്ചിലായി. ആ കരച്ചിൽ വളരെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് ഞാൻ സവിജേനെ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. കാരണം അത്രയും വലിയ ഗ്രൂപ്പല്ലേ. അപ്പം നമ്മൾ മ്യൂസിക് സെക്ഷന് കുറച്ച് ആൾക്കാരുണ്ട്, അവരായിട്ട് ഇങ്ങനെ പോവാണ് എന്തൊക്കെയാണ്. ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാൻ കണ്ടു, ആ ശരി ഓക്കെ, ഇതാണ് സവിജ. ഓക്കെ, അങ്ങനെ വന്ന് അടുത്ത ഫ്ലൈ ചെയ്തപ്പം ആക്സിഡൻ്റലി എൻ്റെ അടുത്താണ് സവിജ ഇരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ടും സംസാരിച്ച് അപ്പോൾ എനിക്ക് ഈ സവിജയോടെ ഒരു ഇഷ്ടം. അന്ന് ആ സമയത്ത് എനിക്കൊരു 28 ഇയേഴ്സ്, ആ സമയത്ത് ഞാൻ കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ ഉണ്ട് കേട്ടോ, അതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു പാട്ടുണ്ട്, അത് അതിലേക്ക് വരണം. അതിനിടയ്ക്ക് ഒരു സവിജയുടെ ബർത്ത്ഡേ വന്നു. ആ ബർത്ത്ഡേ വന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അതിന് ശേഷമാണ്, ഈ സംഭവത്തിന് ശേഷമാണ് അതൊക്കെ. അപ്പൊ എല്ലാരും നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ എല്ലാരും ഒരു കുറ്റബോധം, എന്നെ അന്ന് ഒറ്റയ്ക്കാക്കിയല്ലോ. അതെ, അപ്പൊ എല്ലാരും കൂടെ സെലിബ്രേഷൻ ആഘോഷിക്കാം. അപ്പൊ ആ സെലിബ്രേഷനിൽ നോക്കുമ്പോ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നു, ഭയങ്കര സംഭവം. ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിക്കുക. ഞാൻ പറഞ്ഞു ഞാനൊരു പാട്ട് പാടാം. ഏത് പാട്ടാണ് എന്ന് ചോദിച്ചത്. ഏത് പാട്ടാ? അത് കേൾക്കണം, എപ്പോഴും കേൾക്കണം, കുളിര് വരണം. ഓക്കെ. പിന്നെയും പിന്നെയും ആരു കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. അപ്പോൾ ശരിക്കും വിദ്യാസാഗർ സാറിനും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഒക്കെ പങ്കുണ്ട്. ഞാൻ വിദ്യാസാഗർ സാറ് വന്നപ്പോ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞു സാർ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് ഈ പാട്ടിലാണ്. അതെ, ഇനി ആ പാട്ട് അവിടെ പാടി ബാക്കി ഇവിടെ പറയാം. പാടി തന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവരെല്ലാവരും പോയി. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു, എല്ലാവരും കൂടെ വന്ന് എല്ലാവരും എൻജോയ് ചെയ്തു, കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ അല്ല നിഷാദേട്ടൻ്റെ പാട്ട്. ഞാൻ പറഞ്ഞു അത് അടിപൊളി, നിനക്ക് വേണ്ടി പാടി തന്നതാണ്. ഞാൻ പറഞ്ഞു ശരി. അപ്പോഴും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ. അത് കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം നേരത്തെ മടങ്ങുകയായിരുന്നു, കാരണം PGക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോഴാണ് പറയുന്നത് എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം. കല്യാണം കഴിക്കാനാണ്, അല്ലാതെ ഒന്നല്ല. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്കിഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട്. മാന്യനാണല്ലോ, അല്ലേ? ഭയങ്കര മാന്യനായിട്ടുള്ള കാമുകൻ. ദുർദ്ദേശത്തോടു കൂടി മൊത്തം ക്രിയേറ്റ് ചെയ്ത് പാട്ടും പാടി കൈവശപ്പെടുത്തി എല്ലാം ചെയ്തിട്ട് മാന്യമായിട്ട് ഞാൻ കല്യാണം കഴിച്ചു. മാന്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അങ്ങനെ അപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? പറഞ്ഞു വീട്ടിൽ വന്ന് ചോദിച്ചോളൂ. അപ്പൊ എനിക്കറിയാം വീട്ടിൽ ചോദിച്ച സമ്മതിക്കില്ല. സമ്മതിക്കില്ല, അതെനിക്കറിയില്ല. വീട്ടിൽ ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നുള്ള എനിക്കറിയില്ല, കാരണം എനിക്കറിയില്ലല്ലോ ആരും. അപ്പൊ മനസ്സിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ആ ഒരു ഗ്രൂപ്പില് അത്രയും ഡീസെന്റ് ആയിട്ട് നമ്മളോട് പെരുമാറുന്ന രീതി, അത്രയും റെസ്പെക്റ്റോടെയാണ് ഞങ്ങൾ ഓരോരുത്തരോടും പെരുമാറിയിരുന്നതൊക്കെ. അപ്പം നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരു സംസാരിക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടി നല്ലൊരാളാണ് കേട്ടോ. എന്തെങ്കിലും പാട്ടൊക്കെ പാടി കൊടുത്ത് കൈവശം കൊടുത്തോ എന്തായാലും കുഴപ്പമില്ല, അത് ഇനിയേ വെളിപ്പെടുത്തോളൂ.
ട്രേഡ് സീക്രട്സ് നമ്മൾ പറയില്ല. എന്നിട്ട് അവര് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കണ്ടിടത്തോളം നല്ലൊരാളാണ്, പിന്നെ നിന്റെ ഇഷ്ടം, നീ ആലോചിച്ച് തീരുമാനിക്കുന്നു. നിങ്ങൾ ആ ഇൻവെർട്ടഡ് കോമ ശ്രദ്ധിച്ചില്ല, കണ്ടിടത്തോളം പോട്ടെ, അത് കുഴപ്പമില്ല. കണ്ടത് നല്ലതാണെന്ന് അർത്ഥം. കണ്ടാ കൊള്ളാം, കാണാനേ കൊള്ളാം, പാട്ടും കൊള്ളാം. ആ ഷോസിലെ എല്ലാ സ്റ്റേജിലും പാടിയിരുന്ന ദുനിയാ കെ രഖ്വാലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് അങ്ങോട്ട് അതിന്റെ ഒരു എൻഡിങ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ബാക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്, പക്ഷെ ആ ബാക്ക് സ്റ്റേജിലുള്ള ഫീൽ ഞാൻ പറയാം, ശരിക്കും നമുക്ക് ഇങ്ങനെ രോമ എണീറ്റ് ആ ഒരു ഫീലാണ് ആ പാട്ടിൽ. ഇപ്പൊ ഞാൻ ഈശ്വര ഇത്രയും നന്നായി പാടുന്ന ഒരാളോ. ലൈവ് കേട്ടാലുണ്ടല്ലോ പിന്നെ നമ്മള് ഫ്ലാറ്റ്. ഈ മനുഷ്യൻ ലൈവ് പാടുന്നതിൽ ഒയ്യോ വേറെ ലെവലാണ്. സാർ ഇടയ്ക്ക് പുകഴ്ത്തണോ ആലോചിച്ച് നോക്ക്. ശരത്തേട്ടൻ അത് സത്യമാണ് ദിനേശ് ജി. ശരത്തേട്ടൻ അങ്ങനെ ഒരു കമന്റ് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ പറയുന്ന എനിക്ക് ഒരു വലിയ ഒരു അംഗീകാരം കിട്ടിയ, അതായത് ഒരു അവാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ക്ലീശ ആയി പോണെങ്കിലും പോലും ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് അത്. ഏത് പാട്ടിനാണ് മനുഷ്യൻ പുകഴ്ത്തുന്ന ആലോചിക്കുമ്പോഴാണ് അങ്ങേര് എന്തൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ക്ലാസ്. എന്നിട്ട് അത് ലൈവ് പാടിയതിന് ശരത് സാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. ആ നിഷാദ് നന്നായിട്ട് പാടിയെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ആലോചിച്ച് നോക്കൂ. അത് പറയണമെങ്കിൽ അതെ ആ പാട്ട്, അതെ ആ പാട്ട് ശരത് സാറ് പ്രോഗ്രാമിന് വിളിക്കുന്നു, എന്നിട്ട് ആ പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞപ്പോ മുതൽ ഇങ്ങനെ ഇരിക്കുക, ഞാനിത് എങ്ങനെ പഠിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്കിത് തലയിൽ കയറുന്നില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചെന്നൈ പോയി ഞാൻ ശരത്തേൻ്റെ അടുത്ത് തന്നെ പഠിച്ചാലോ. ഞാൻ പറഞ്ഞു പൊയ്ക്കോ, പാട്ടിന് വേണ്ടിയിട്ട് എവിടെ പോണോ പൊയ്ക്കോ, പഠിക്കണോ പഠിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ പോയി പഠിച്ചതാണ്. ശരത്തേൻ്റെ അടുത്ത് പോയി നല്ല ക്ലാരിറ്റി കിട്ടി, അത് നല്ല വൃത്തിയായി പാടുകയും ചെയ്തു. വീണ്ടും അംഗീകാരം. എനിക്ക് വയ്യ, നിങ്ങൾ സുധാമന്ത്രൻ ജസ്റ്റ് ഒന്ന് പാടിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയാം പ്രപഞ്ചമേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്ജ്വലതേജോ നിർഭരവരദേ ശ്രദ്ധാഞ്ജലി സതതം സുധാമന്ത്രം നിവേദിതം. ഈ ഭാവയാമിയിലും ഈ സുധാമന്ത്രത്തിലും സാർ ഒരു മ്യൂസിക് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലാസ് ആയിട്ട് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റുന്ന. ഈ സുധാമന്ത്രം അതായത് ലൈവിൽ പാടുന്നതിന് മുമ്പായിട്ട് ഇതേപോലുള്ള ശ്രുതിഭേദം സ്വരഭേദങ്ങളൊക്കെ ശരത്തേട്ടൻ ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോസ് ആയിട്ട് കേൾക്കുന്ന ആളുകളായിരുന്നു. ഒരുപാട് വീണ്ടും എന്നുള്ള ആൽബം, അതിനു മുമ്പ് ചൈത്ര ഗീതങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരത്തേട്ടൻ എനിക്ക് പുള്ളിമാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട്, അത് ആ പാട്ട് ഇപ്പോഴും എനിക്ക് ലൈവ് അത് പാടാൻ എനിക്ക് അത്ര ഇതില്ല. ആ പാട്ട് ഓ വാനമേ ഇതേപോലെ പല്ലവി ഇങ്ങനെ സ്കെയിൽ ചേഞ്ച് ആയി വന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അത് പാട്ട് പറഞ്ഞു തരുമ്പോൾ അതായത് ഹാർമോണിയം വെച്ചാണ് ശരത്തേട്ടൻ പറയുന്നത്. എന്നോട് പറയും നീ റെക്കോർഡ് ചെയ്യരുത്, എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് പഠിക്കുകയേ വേണ്ട, ഇങ്ങനെ തന്നെ മനസ്സിൽ വെച്ച് പഠിക്കും, അങ്ങനെ പഠിക്കും. അപ്പോൾ ആ പാടിത്തരുമ്പോൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും. കാരണം അങ്ങനെ കോഡ് ചേഞ്ച് ചെയ്ത് സാറെന്നെ വെച്ച് തരും, ശരത്തേട്ടൻ തന്നെ വെച്ച് തരും. പക്ഷെ പിന്നീട് അതൊന്നും ഇല്ലാതെ പാടാൻ ഇത് എന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല, പാട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരു പാട്ടിനെ വിളിക്കും, ശരത്തേട്ടൻ മനസ്സിലാവുന്നില്ല, അത് പാടിക്കോളും. അത് കറക്റ്റ്. അതായത് ശരത്തേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാടാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അദ്ദേഹം നമ്മളെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. ആക്ച്വലി ഒരു 20-25 മിനിറ്റ്സ് ഒരു പാട്ട് പാടാൻ എടുക്കാറുള്ളൂ. ബാക്കി മുഴുവൻ തമാശ പറഞ്ഞിങ്ങനെ ആ സമയം പോകുന്നതാണ്. അത്ര സമയം എടുക്കുള്ളൂ. അതായത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളെ പാട്ട്. ഒരു പാട്ട് ഇതേപോലെ ഒരു ഫോക്ക് സോങ്, അതപ്പം അതിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്നും ഫുൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിവിടെ എറണാകുളത്ത് വെച്ചായിരുന്നു എടുത്ത്. അപ്പോൾ അത്
റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ ശരത്തേട്ടൻ പാടി തുടങ്ങിയപ്പോൾ അങ്ങനെ ഡേ നിർത്ത്, നിനക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കുറച്ചിങ്ങനെ വാക്കുകൾ ഇങ്ങനെ സ്പീഡ് പോകുന്ന കുറച്ച് സ്പീഡ് എന്നാൽ കുറയ്ക്കാം, നീ പറയണ്ടേ കുറച്ച് അങ്ങനെ. അപ്പൊ അത് അങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിലാണ് എപ്പോഴും എടുക്കുക. വലിയൊരു സ്നേഹം ഉണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ അത് ആ പാട്ടിലും ഉണ്ടാവും. അത് പുകഴ്ത്തുന്നത് കാണുമ്പോൾ വേദികളിൽ തന്നെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്നേഹമുള്ളതാണ്. കാരണം നിഷാദിന്റെ പേരെടുത്ത് സാറ് സംസാരിക്കുന്ന സമയത്ത് ഞാനത് ഇന്റർവ്യൂവിൽ നിഷാദിന്റെ പേരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് സംസാരിച്ചിട്ടില്ല. അപ്പൊ നിഷാദ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതിനോ സാക്ഷാൽ സാറ് പറഞ്ഞു കഴിഞ്ഞു. നിഷാദ് കുറേ പേര് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്തു. സാറ് പറയുന്നു അത് ആ പാട്ടിനെയാണ് സാറ് പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ തീർച്ചയായും. റിയാലിറ്റി ഷോയില് സാർ ഇതുപോലെ ഒരു പയ്യൻ ഒരു പുഷ്പം പാടി. അപ്പോൾ സാറ് ആ സമയത്തും സാറ് പറഞ്ഞു, ഈ പാട്ട് ഒരാൾക്ക് മാത്രമേ എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഞാൻ ലൈവ് കേട്ടതിൽ ഒരാൾ മാത്രമേ എന്നെ ഇംപ്രസ് ചെയ്യിച്ചിട്ടുള്ളൂ, അത് നിഷാദാണ്. അത് പറഞ്ഞിട്ടോ അത് പൊളി ബഹളമാണ്. ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അയ്യോ ഒരിക്കലല്ല, ഇതൊക്കെ എപ്പോഴാ പഠിച്ചേ പറയാ, അല്ല ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് ഇതൊക്കെ സാധാരണ ശ്രദ്ധിക്കുന്ന ഞാനാണ്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. അതാണ് മറ്റേ കഥ അവിടെ നിൽക്കുന്നു. അതായത് എന്തായാലും വീട്ടുകാരെ എതിർക്കുമെന്ന് അറിയാം, പക്ഷേ എന്നിട്ടും ആ സമയത്ത് എന്തായിരുന്നു അപ്പൊ എതിർക്കുന്ന അറിയാം, പക്ഷെ എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ നാട്ടിലെത്തിയിട്ട്, ഞാൻ പറഞ്ഞത് നാട്ടിലെത്തിയിട്ട് വിളിച്ചു ചോദിക്കാം, ബാക്കി കഥ എനിക്കാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ തിരിച്ച് എത്തി ഇവിടെ എത്തി, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് അഡ്മിഷനായി, PG ക്ക് അഡ്മിഷനായി. അപ്പൊ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ച് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച എത്തും, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പം വിളിക്കണ്ട. അപ്പൊ പേടി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. ഞാൻ ആദ്യം വന്ന ഉടനെ തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട്. അല്ല ശരിക്കും മാന്യനായിരുന്നു കേട്ടോ. അതെ, നമ്മൾ തെറ്റിദ്ധരിച്ചു. ഞാൻ ഷോക്കായി പോയി. കാരണം വീട്ടിൽ നിന്ന് വിളിക്കുന്ന ആ മോളെ എങ്ങനെ ഇവൻ പറഞ്ഞിട്ടുണ്ട്, മോളുടെ വീട്ടിൽ എങ്ങനെയാണ്. അപ്പം ഞാനാകെ ടെൻഷനായി പോയി. ഞാനിവിടെ PG ക്ക് അഡ്മിഷന് നിൽക്കുക, ഇതെങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഠിത്തമല്ല അവിടെ നിൽക്കും. പക്ഷെ ഞാൻ വിളിച്ചു വീട്ടിലേക്ക്. വിളിച്ചപ്പോ അവർ പറഞ്ഞു പറ്റൂല. വളരെ മാന്യമായിട്ടായിരുന്നു. അത്രയല്ല പറഞ്ഞുള്ളൂ സത്യമായിട്ടും. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ സവിജയോട് പറഞ്ഞു ഇത് നടക്കൂല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സവിജ പറഞ്ഞു നോക്കാം. അപ്പൊ 2 വർഷം PG കഴിയണം. PG 2 വർഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ശരി ഓക്കെ, ആ 2 വർഷം ഉണ്ടല്ലോ, നോക്കാം, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ 2 വർഷം ഞങ്ങള് തിക് പ്രണയായി. എന്നുവെച്ചാ ഒരുപാട് അറിയാനും മനസ്സിലാക്കാനും ഒരു ടൈം കിട്ടി. എന്നിട്ടും വിട്ടുപോകാൻ തോന്നിയില്ലല്ലേ? ഇല്ല. ഓ ഗ്രേറ്റ്. വീണ്ടും പുളകം. നിങ്ങളിത് എന്താണ് ഇത് മൊത്തം ഒരേപോലെ ട്രൈ ചെയ്ത്? നിങ്ങൾക്ക് എന്നെ കാണുമ്പോ അത് ഫീൽ ചെയ്തില്ല എന്നുള്ളത് എന്റെ ഒരു കുഴപ്പമാണോ? ഫീൽ ചെയ്യേണ്ടവർക്ക് അതുണ്ടാക്കാൻ പറ്റിയല്ലോ. സുന്ദരാ, എന്റെ കോൺഫിഡൻസ് അതായിരുന്നു കേട്ടോ. കാരണം അപ്പോഴേക്കും എനിക്ക് ഏകദേശം അറിയാം, അതായത് ഫീൽഡിലുള്ള വേറെ 2-3 പേരെ പരിചയമുണ്ട്. അപ്പൊ ആ വഴിയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ അറിയുമ്പോൾ നീ എന്ത് വിചാരിച്ചിട്ടാ ഒരാളെ 1 മാസം കണ്ടു പിന്നെ നിനക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരവരുടേതായ വഴിയിൽ അന്വേഷിക്കുന്നു. എല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കോടുള്ള ഫ്രണ്ട്സ് അന്വേഷിക്കുന്നു, വീടിന്റെ അടുത്തുള്ളവരെയൊക്കെ ചോദിക്കുന്നു, അറിയുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും റിപ്പോർട്ട്സ് നല്ലതാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ അറിയാം വീട്ടുകാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അറിഞ്ഞ് സ്വഭാവം അറിയുമ്പോൾ എന്തായാലും അവർക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് എത്തിക്കാനുള്ളതാണ് ബുദ്ധിമുട്ട്. സമയമെടുക്കുമ്പോൾ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുക, ഈ പാട്ട് പാടിയ ആളാണെന്ന് പറയാ. അവരിതിനും മേലെയായിരുന്നു. അവരുടെ കേൾവി തറയത് കർണാട്ടിക് മ്യൂസിക് ആ ലെവലിലുള്ള കേൾവി. അപ്പൊ അവിടെ ഞാൻ തോറ്റിരിക്കുക. അപ്പൊ ആ ഏരിയയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. ആ ടൈപ്പാ. അപ്പൊ ഇനി അല്ലാതെ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മ്യൂസിക് അവിടെ ഏറ്റിട്ടില്ല. അവിടെ ഒട്ടും ഏറ്റിട്ടില്ല.
പിന്നീട് പിന്നെ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് ഷോ കാണാൻ വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആൾക്ക് ഇഷ്ടമായി. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്വഭാവം മനസ്സിലാക്കി വരിക എന്നുള്ളത് തന്നെയായിരുന്നു. വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അല്ല, അവർക്ക് ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും ആ ഒരു ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത്? അവരൊരു കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പം അങ്ങനെ അവർക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം എല്ലാം പറ്റുന്നുണ്ട്. പ്രശ്നമില്ല. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ എന്നെ വിളിക്കുമ്പോൾ അവൻ എന്ത് പറയുന്നു, അവൻ കഴിച്ചോ, അവൻ ഉറങ്ങിയോ, അവൻ പോയോ, അവൻ വന്നോ, എല്ലാവർക്കും ഏട്ടൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല പക്ഷെ അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു എനിക്ക് എൻ്റെ ലൈഫിൽ മ്യൂസിക്കലി ഞാൻ ഇത്രയും ഇപ്പോൾ രജനീഷ് ജിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം സവിജ തന്നെയാണ്. അമ്മയും അച്ഛനും ഓൾറെഡി ഉണ്ട്. പക്ഷെ അവരെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക, വിഷൻ എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡാണ്. എന്ന് വെച്ചാൽ എങ്ങനെ പോകാൻ പറ്റും, എവിടെ എത്താൻ പറ്റും എന്നുള്ള ഇതില്ല. അച്ഛനും അമ്മയും മ്യൂസീഷ്യൻസാണ്. അച്ഛൻ PWD എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അച്ഛൻ ആ ജോലിയുടെ ഭാഗമായിട്ടാണ് മ്യൂസിക്കിനെ കൊണ്ടുപോയിക്കൊണ്ട് അത് സൈഡായിരുന്നു. അപ്പോൾ ഞാനും ആ രീതിയിലാണ് എൻ്റെ അക്കാഡമിക്കൊക്കെ പഠിച്ചു വന്നതും. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. കാലിക്കറ്റ് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ മാത്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും ആ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടത്. സൈഡിൽ കൂടെ നമ്മുടെ ഒരു പാഷൻ പോലെ മ്യൂസിക് കൊണ്ടുപോകാം. ആ സമയത്താണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു റിയാലിറ്റി ഷോ പങ്കെടുക്കുകയും അത് വിൻ ചെയ്തതിന് ശേഷമാണ് ഗന്ധർവ സംഗീതം വിൻ ചെയ്തതിന് ശേഷമാണ് മൂവീസിൽ മൂവി പാടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് മൂവി മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോഴും അന്നും അപ്പോൾ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി ഉണ്ടെങ്കിലല്ലേ മൂവിയിലൊക്കെ അപ്പോൾ അതിന് രാജസേന സാറിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. സാറാണ് എന്നെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ പാട്ടിൽ, അപ്പോൾ ഞാനത് കളയുന്നത് എന്തിനാണ്. അപ്പോൾ ജോലി കളയാൻ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഇത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് ലെക്ചറിങ് ആണ്, മാത്രമല്ല ഞാൻ മാത്സ് ആയതുകൊണ്ട് തന്നെ അന്ന് വലിയ ചോക്ക് ബോർഡാണ്. ചോക്ക് ബോർഡ് നിറയെ നമ്മൾ എഴുതി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മുഴുവൻ ഞാനിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഒരു മാസത്തോളം ശബ്ദമില്ലാതെ ആയിപ്പോയി. അത് എനിക്ക് ബുദ്ധിമുട്ടായി, കാരണം പാടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഫിസിഷ്യനോട് ചോദിക്കാൻ, ഫിസിഷ്യൻ പറഞ്ഞു ഒന്നുകിൽ ഏതാ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ തീരുമാനിക്കുക. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത് ഒച്ചയിട്ട് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ചോക്കിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകും. അത് കാലാകാലം അവർക്കുണ്ടാവും. അവരുടെ വോക്കൽ കോഡ് അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പാടണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഒരു കാര്യം തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു പാട്ടും കൂടെ പാടിയിട്ട് ബാക്കി മയങ്ങിപ്പോയി. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് മയങ്ങി. കാരണം ഞങ്ങള് മയങ്ങിയിരിക്കുവാണല്ലോ, കഥ കേട്ട് മയങ്ങിയിരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മയങ്ങിയല്ലോ. മയങ്ങിയ കഥയാണല്ലോ പറഞ്ഞത്. അപ്പൊ മയങ്ങി. എന്തേ നീ എന്തേ മയങ്ങുമ്പോൾ എന്നെ വിളിച്ചുണർത്തി പൊന്നേ ഇന്നെന്നെ എന്തു നൽകാൻ നെഞ്ചിൽ ചേർത്തു നിർത്തി മുകരാനോ പുണരാനോ വെറുതെ വെറുതെ തഴുകാനാണോ മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ മയങ്ങിപ്പോയി നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവായി തുളുമ്പിപ്പോയി മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലാ മഴയിൽ മയങ്ങിപ്പോയി. ഒരു വരി റിപ്പീറ്റ് ചെയ്യണം. ഏതാ? നീ വരുമ്പോൾ. കാരണം അടുത്തിരിപ്പുണ്ട്. ഒരു കൈയെങ്കിലും ആ വിരൽ തൊടുമ്പോഴെന്ന് പറയുമ്പോൾ കൊടുക്കാമായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നു. അനിയൻ പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു ടച്ച്. അതുകൊണ്ട് റിപ്പീറ്റ്. നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവായി തുളുമ്പിപ്പോയി. ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതിനകത്ത്, ചെറിയൊരു സ്പാർക്ക്. അതെ, ഈ അടുത്ത്
ഇയാൾ ഇരിക്കുന്ന സമയത്തും ഈ പാടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവും. പണ്ട് പാടിക്കൊടുത്തതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പം അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള ഇടയ്ക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ചെറിയ ഗ്ലിംസസ്. ഈ പാട്ട് ഞാൻ ചിത്രേജി പാടി കേട്ടിട്ടുണ്ട്, ടി വിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിന്റെ വേർഷൻ ഞാനും പാടിയിട്ടുണ്ട്. പക്ഷെ അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് എനിക്കിത് പാടി തന്നതിന്റെ ലിറിക്കിന്റെ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഓർമ്മയാണ് എനിക്ക് എപ്പോഴും ഈ പാട്ട് കേട്ടാലും. ഈ രാത്രി കാലങ്ങളിലെല്ലാം വിളിച്ചിരുന്നിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ സോറി സാർ, എല്ലാവർക്കും മനസ്സിലായി, നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഫുൾ ഉടായിപ്പ് പിടികിട്ടി. ഓ ഇങ്ങനെയാണല്ലേ വഴിതെറ്റിച്ചെടുത്തത്. രാത്രി കാലങ്ങളിലെ ഫോൺ കോളിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി പോകും. ഡിസ്കഷൻ മുഴുവൻ മ്യൂസിക് മ്യൂസിക്കാണ്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയാമോ, എന്ത് മ്യൂസിക് ആണെന്ന് അറിയാമോ? ഈ RJs നൈറ്റ് ഷോസ് ഉണ്ടല്ലോ, അതായത് ഒരു 10 മണിയെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ശബ്ദം മാറി വരും. പിന്നെ പ്രണയം, പിന്നെ ഹസ്കിനെസ് മാത്രം പുറത്തുവിടുക. ഇങ്ങനെ ഹസ്കിനെസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണല്ലേ വളച്ചെടുത്തത്. മനസ്സിലായി ഇപ്പൊ. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഓമനെ ഉണ്ണി നിന്നെ കേട്ടാ തന്നെ മതി. ശരിക്കും ക്രെഡിറ്റ് പോയിരിക്കുന്ന MJ. പക്ഷെ ഞാൻ കൊറേ വിലക്കിട്ടു. അപ്പൊ അതിന്റെ ആവശ്യമില്ലായിരുന്നു താടി പറഞ്ഞത്. വെറുതെ നമ്മൾ കൊറേ പാട്ട് വേസ്റ്റ് ആയി, കൊറേ പറച്ചിലും നമ്മള് രസമായിട്ടാണല്ലോ പറയുന്നത്. സത്യത്തില് ഞാൻ ഇങ്ങനെ പറയും, ഞങ്ങള് ഇങ്ങനെ ഒരുപാട് നിമിത്തങ്ങളുള്ള പോലെ തോന്നുന്നു. ഇപ്പൊ എന്റെ പേര് നിഷാദ് NI എന്നാണ്. അപ്പൊ ഈ മ്യൂസീഷ്യൻസ് ഒക്കെ പറയടേ നീ നിഷാദം വരെ എത്തിയിട്ടുള്ളോ, നീ വരെ എത്തിയിട്ടുള്ളോ, ഷഡ്ജ എത്തൂലേ എന്ന് ചോദിച്ചു. അപ്പൊ സവിജ വന്നപ്പോ സാ വിജ സാ അവിടെ സാ വന്നു. അപ്പൊ നീ സാ. അപ്പൊ ഞാൻ പറയോട് സവിജ വന്നിട്ടുണ്ട്, അപ്പൊ ഷഡ്ജായി എന്ന് പറഞ്ഞു പറയും. ശരത്തായിട്ട് തന്നെ ചോദിക്കും, ഈ ന്യൂജൻ വർത്താനം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? പിക്കപ്പ് ലൈൻ വരെ പറഞ്ഞു. ഏട്ടന്റെ അച്ഛനും ആദ്യമായിട്ട് പറഞ്ഞതാ, ഇപ്പൊ അവൻ കംപ്ലീറ്റ് ആയി. നീ സാ വന്നപ്പോ അവൻ കംപ്ലീറ്റ് ആയി. ഓ അടിപൊളി, അങ്ങനെ ഒരു വേറെ ലെവൽ. ചെറിയ പരിപാടി അല്ല. കണ്ടില്ലേ പാട്ട് ഒന്ന് പാടാം. മാമ്പഴക്കാലത്തിലെ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ, കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ, മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം, കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ. ഓ അതില് രണ്ടാമത് കണി കൂടെ ചേർത്തിട്ട് പാടുമ്പോഴേ അതാണ് ട്വിസ്റ്റ് ആ പാട്ടില്. ഓ അത് അടിപൊളിയല്ലേ. ശരിക്കും ആ പാട്ടൊക്കെ പാടാൻ MJ എങ്ങനെയായിരുന്നു? MJ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും. കുട്ടനേട്ടൻ എന്താ വെച്ചാൽ ഭയങ്കര കോംപ്ലിമെന്റ്, അതായത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും. എന്ന് വെച്ചാൽ അറിയാതെ തരും. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് നമ്മളപ്പോൾ ആലോചിക്കുന്നില്ല. അത് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതറിയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇപ്പോൾ ആ സമയത്തൊക്കെ CD ആയതുകൊണ്ട് ഈ മെയിൽ പാട്ടിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ പാടിക്കും, ഫീമെയിൽ ആണെങ്കിൽ അതിൻ്റെ മെയിൽ പാടിക്കുകയാണ്. കാരണം CD ഫില്ല് ചെയ്യാനായിട്ട് ഇത്രയും പാട്ടുകൾ വേണമായിരുന്നു. പണ്ട് അറിയാമല്ലോ, 2 സിനിമകളൊക്കെ ചിലപ്പോൾ ക്ലബ് ചെയ്തിട്ടാണ് ഒരു CD ഇറങ്ങും. അതായത് 7-8 പാട്ടുള്ള ഓഡിയോ CD-യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, MP3 അല്ല. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഈ പാട്ടുകളൊക്കെ റിപ്പീറ്റ് പാടേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയും. ഇപ്പം മയങ്ങിപ്പോയി അതിനങ്ങനെ ഒരു സ്റ്റോറി വെച്ചാൽ ചിത്ര ചേച്ചി ആദ്യമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പാടുന്നത് കാണുന്നത് ഈ പാട്ടാണ്. അപ്പോൾ അത് കണ്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് റെക്കോർഡിങ് കഴിഞ്ഞ് താഴെ ഇറങ്ങി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടനേട്ടൻ പറയുന്ന, നീ ഇതിൻ്റെ ഒരു മെയിൽ വേർഷൻ കൂടെ പാടിക്കോ. അപ്പോൾ ഇനി ഇതെങ്ങനെ പാടും? മെയിൽ വേർഷൻ ചേച്ചി പാടി ഇങ്ങനെ വെച്ചിരിക്കുക സാധനം, ഇതിനെന്താ പാടുള്ളത്? അപ്പൊ പിന്നെ നിവൃത്തിയില്ല, പാടിയല്ലോ. അങ്ങനെ പാടി അതേപോലെ തന്നെയാണ് ഈ കണ്ടു സുജാത ചേച്ചി പാടിയതിന് ശേഷമാണ് പാടി. ചേച്ചി പാടി കേട്ടിട്ടാണ് ഞാൻ പാടുന്നത്. ചേച്ചി അത് ഞാൻ കണ്ടില്ല, ചേച്ചി പാടിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ റെക്കോർഡ് ചെയ്ത് വെച്ച് ആ ട്രാക്ക് കേട്ടിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പം ചേച്ചിയുടെ ആ കൊഞ്ചൽ കുറേ അതിൽ വന്നിട്ടുണ്ട്, എൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും പറയാം ആ പാട്ട് രണ്ടും രണ്ടായിട്ട് തന്നെ, പക്ഷെ അത് അവരിൽ നിന്ന് നമുക്ക് വേറിട്ടൊന്നും പാടാൻ തോന്നൂല. ആ കേൾക്കുമ്പോഴേ
പക്ഷെ എന്താ പിന്നെ ആകെയുള്ള നമുക്ക് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമേ ഉള്ളൂ. ശബ്ദം മാറും എന്നുള്ളൊരു വ്യത്യാസം, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ ലൈവ് പാടുന്നതിനെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. SBB ആയിട്ടുള്ള ഒരുപാട് ഒരു ഷെയറിങ് നടന്നിട്ടുണ്ട് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ചിത്ര ചേച്ചി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ചിത്ര ചേച്ചിയെ കുറിച്ചും SBBയെ കുറിച്ചും ഒക്കെ ഒന്ന് പറയൂ, അതും ലൈവ് ഷോസ് ചെയ്യുമ്പോൾ. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി വളരെ അതായത് കൃത്യത, അതായത് ഇപ്പോൾ ലൈവിന് പോവുകയാണെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു ചിട്ടയുണ്ട് ചേച്ചി. അപ്പം തലേ ദിവസം പ്രാക്ടീസ്, ആ പ്രാക്ടീസിന് തൊട്ട് മുന്നേ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കും, ആ ലിസ്റ്റ് പ്രകാരം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം 24-25 പാട്ട് അല്ലെങ്കിൽ 30 പാട്ടാണെങ്കിൽ ആ ലിസ്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ റൺ ത്രൂ ആണ് പ്രാക്ടീസ് ചെയ്യും. 1, 2, 3 സോങ്ങുകൾ. അപ്പോൾ ചേച്ചി പറയുന്നത് വെച്ചാൽ അത് പ്രാക്ടീസിന് കേൾക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും അതായത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേച്ചി അങ്ങനെ സെയിം അത് തന്നെയാണ് SPB സാർ. SPB സാറിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ചേച്ചി. ചേച്ചി നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. സാർ ഇതേ ചിട്ടയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് അപ്പം പാട്ടുകൾ സമീപിക്കുന്നതും. പിന്നെ ചേച്ചിയും ഇവർ രണ്ടാളാണെങ്കിലും അവർ പാട്ടുകളെ സമീപിക്കുന്നത് ലൈവിൽ അവർ ഓൾറെഡി പാടിയ പാട്ടുകളാണെങ്കിൽ പോലും നമ്മളത് ലൈവിൽ കേൾക്കുമ്പോൾ അത് വേറെ ഒരു പ്രൊഡക്ഷൻ, അതായത് വേറെ ഒരു എന്താ പറയുക, ഒരു ആ പാട്ടിന് ഇങ്ങനെയും ചില സാധനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോഴാണ് നമ്മൾ ചില സാധനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രാക്ടീസ് സെഷൻ ഇരിക്കുമ്പോഴാണല്ലോ കുറച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ കേൾക്കുക. ലൈവിൽ നമ്മൾ ബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് പാടുന്നതിന് മുമ്പ് വരെ നമ്മൾ ബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റൂലെങ്കിൽ പോലും ഈ പ്രാക്ടീസ് സെഷൻ ഇരിക്കുമ്പം ഈ പാട്ടിന് ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലേ, അപ്പോൾ വീണ്ടും നമ്മൾ പോയി ആ പാട്ട് കേൾക്കും പിന്നീട്. അപ്പോൾ SPB സാറിന് ഇതേപോലെ തന്നെയാണ്. സാറും കുറേ ഇമ്പ്രവൈസേഷൻസ് ചെയ്യും, ഒരുപാട് ഇമ്പ്രവൈസേഷൻസ് പല പാട്ടിലും ചെയ്യും. അത് ഭയങ്കര രസമാണ് നമുക്ക് കേൾക്കാൻ. ആ പാട്ടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരു സുഖം തരുന്ന. അതേപോലെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മ്യൂസീഷ്യൻസിനോടുള്ള ഒരു റെസ്പെക്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ചേച്ചി അങ്ങനെ തന്നെ കേട്ടോ. അതായത് ഓരോ ഇൻഡിവിജ്വൽ മ്യൂസീഷ്യൻസിനും ഒരു സ്പേസ് അവിടെ കൊടുക്കും. ചേച്ചി പ്രത്യേകിച്ചും കൊടുക്കാറുണ്ടായിരുന്നു. അതായത് ഓരോ പാട്ടും അതിന് വേണ്ടി ഇടും ചേച്ചി. ഓരോ പാട്ടും അതായത് ഇപ്പോൾ ഒരു ഗിറ്റാർ പീസ് അതിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാട്ടിടും, അല്ലെങ്കിൽ ഡ്രം അതിന് ഇമ്പോർട്ടൻസ് ഉള്ള, ഒരു സാക്സഫോൺ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ ഫ്ലൂട്ട് ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ്, റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കെ നമ്മൾ പഠിക്കുന്ന. അതേപോലെ ചേച്ചി നമ്മളാകെ 4 പേരെ ഉണ്ടാവും, 4 സിംഗേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോറസിനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം ചേച്ചി തന്നെയാണ് കോറസ് പാടുന്നത്. അപ്പം ഞാൻ പാടുമ്പോൾ ചേച്ചി കോറസ് പാടുന്നു. അങ്ങനെ ഒരു ലെജൻഡാണിത് ചെയ്യുന്നത്. ചിന്തിച്ചാലേ കുഴപ്പമുള്ളൂ. ചിന്തിക്കുന്നത് വരെ ഓക്കെയാണത്. ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ഒരു അക്ഷരം ഉണ്ടാനോ പാടാനോ പറ്റില്ല. അതൊരു ആ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ചേച്ചി അത്രയും ഹൈറ്റിലിരിക്കുന്ന ഒരാൾ ഇത്രയും എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആവാൻ പറ്റുന്നത്? എപ്പോഴും അങ്ങനെയാണ് ചേച്ചി നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ്. പക്ഷെ ചേച്ചി വേറെ ലെവലിലൊരാളാണ്. ഗായകരൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ SBB ഒക്കെ ഇടപെടുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കാറുണ്ട്. അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോഴും എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിൽ SPB ഏറ്റവും ടോപ്പിലാണ്. ബിഹേവിയർ എന്ന് പറയുന്ന സാധനം അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്നൊരു ഇതില്ലേ, മനസ്സുകൊണ്ട് നമ്മൾ ഒരു അംഗീകരിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും അത് മ്യൂസീഷ്യൻസിനും അങ്ങനെയാണ്. ആ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. സാറിന് കോവിഡ് വരുന്നത് തന്നെയും മ്യൂസീഷ്യൻസിന് വേണ്ടി അദ്ദേഹം പാടാൻ പോയതാണ്. ആ സമയത്ത് അവർക്ക് അത്രയും കഷ്ടപ്പെട്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് അവർക്ക് കൂടെ അത്രയോ പൈസ സാറ് ധനസഹായം നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ഈ പാടാൻ പോയതും അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, മ്യൂസീഷ്യൻസിനെ എങ്ങനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന പരിപാടി അത് അവർക്ക് തന്നെ അറിയാം, മ്യൂസീഷ്യൻസിന് അറിയാം. ഇപ്പോൾ ഒരു ഷോയ്ക്ക് പോയപ്പോൾ സാറ് എനിക്കത് അനുഭവമുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു ഹോട്ടലിൽ സാറ് വന്ന് പ്രാക്ടീസിന് വന്ന് നേരെ വന്നതാണെന്ന് തോന്നുന്നു, എയർപോർട്ടിൽ നിന്ന് നേരെ വന്നു പ്രാക്ടീസിന്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ സാറ് ചോദിച്ചു എവിടെയാണ് എൻ്റെ അക്കോമഡേഷൻ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവരൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ വേറെ സ്ഥലത്താണെന്നോ. അത് പറ്റില്ല, അവരെല്ലാവരും ഒരുമിച്ച്, അവരെവിടെയാണോ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. സാറ് പോയില്ല. സാറ് മ്യൂസീഷ്യൻസ് എവിടെയാണോ അല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. അത് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ചിത്രേച്ചി. അതേ സ്കൂളിൽ നിന്ന് വരുന്ന ആളാണ്.
അടിപൊളി. അപ്പൊ അത് ആ ഒരു ചേച്ചി എത്രയോ വേദികൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്, എത്രയോ ആയിരക്കണക്കിന് പാട്ടുകൾ അവർ ഒരുമിച്ച് പാടിയിട്ടുണ്ട് ഫിലിമിൽ തന്നെ. അത് ആ ഒരു പാഠങ്ങൾ ചേച്ചിയുടെ, അതേപോലെ തന്നെ ഡിക്ഷൻസ് ഒക്കെ ശരിയാക്കുന്നതും. ഇപ്പം തെലുങ്ക് കന്നഡ പാട്ടുകളാണെങ്കിൽ ചേച്ചി കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. പറഞ്ഞു തരുമെന്ന് വെച്ചാൽ നമുക്ക് എത്ര പറഞ്ഞാലും ആ ഭാഷ നമുക്ക് അറിയാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ഇപ്പോൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ പറ്റാതെ വരും, നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് തവണ പാടിയാലേ, ലൈവിലും പാടിയാലേ അത് നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ പോലും ചിലപ്പോഴൊക്കെ തെറ്റും. അപ്പോൾ ലൈവ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഇപ്പോൾ പല്ലവി പാടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചെറിയ പ്രശ്നമുണ്ട് എന്ന് ചേച്ചിക്ക് തോന്നുകയാണെങ്കിൽ പല്ലവി പാടി കഴിയുമ്പോൾ എൻ്റെ ചെവിയിലോ എന്ന് പറയാം, ആ അക്ഷരം ശ്രദ്ധിക്കണം. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും കൾച്ചറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അതെ, അത് അവർക്ക് കൊടുക്കണം, അത് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പം മലയാളം തെറ്റിച്ച് പാടിയാൽ നീ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു പക്ഷേ അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി നമ്മൾ അവരല്ല, നമ്മൾ മലയാളീസ് ആണെന്ന് അവർക്ക് അറിയാലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാടും അത് കൃത്യമായിട്ട് ചേച്ചി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ തുമ്പപ്പൂ. തീർച്ചയായിട്ടും അത് ഇവിടുന്ന് പ്രണയം ഇങ്ങിപ്പോ ഒഴുകി ആ പാട്ട് കേൾക്കുമ്പോൾ പക്ഷെ അതൊരു പുറത്തുനിന്ന് വരും കേട്ടോ, പുറത്തുനിന്ന് പ്രണയം വരും. അതിനെയും കൂടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണേ. അതൊരു വിരഹമാണ്. അതെ അതെ അതെ. പക്ഷെ വിരഹമല്ല, തുമ്പപ്പൂ സവിജയുടെ പാട്ടല്ല. അല്ലല്ലേ? ഓ, അതെടുക്കില്ലല്ലേ? അല്ല, അതല്ല. പക്ഷെ സവിജയ്ക്ക് പാട്ട് ഇഷ്ടമാണ്. പക്ഷെ അതിലെ സവിജ എപ്പോഴും പാട്ട് കേൾക്കുന്നത് വരികളിലൂടെയാണ്. അപ്പൊ പലപ്പോഴും സവിജയുടെ പല സെലക്ഷൻ എനിക്ക് ഇഷ്ടമല്ല. നമ്മള് മ്യൂസിക്കിലാണല്ലോ കേൾക്കുക. അപ്പൊ സവിജ പറയും ഈ പാട്ട് കവർ ചെയ്യും. ഞാൻ പറയും നാട്ടുകാർ കേൾക്കാത്ത പാട്ടെടുത്ത് കവർ ചെയ്യും. എന്നിട്ട് കഷ്ടത്തിന് ചെയ്തു കൊടുക്കുമ്പോ ഒരു 100 പേരൊക്കെ കണ്ടാലായി. അങ്ങനെ ഒരു അവസ്ഥ. ഞാൻ അതിന്റെ താഴെ കമന്റ്സ് വരും കേട്ടോ, വൈഫിന്റെ സെലക്ഷൻ നല്ല സെലക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും. അത് കേട്ട് കുളിരും. അല്ല, ഈ പാട്ട് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് പ്രണയം ഇപ്പോഴും ഒഴുകി വരുന്നുണ്ട്. അപ്പൊ അത് കമന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ അതെങ്ങനെ നേരിടും? എനിക്കൊരു പ്രശ്നമേ അല്ല. ഇതിലൊരു നാടകീയത ഇല്ല. ഒരിക്കലും ഇല്ല, എനിക്കൊരു പ്രശ്നം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അതായത് എങ്ങനെ അങ്ങനെ ആവാൻ പറ്റുക? ഇത്തിരി പോലും അസൂയല്ല. എനിക്ക് തോന്നുന്നു ഇത്തിരി പോലും അസൂയല്ല എന്നോട് ഒരു കുറുമ്പ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയാം, എന്നെ ചെയ്തു, ഇങ്ങനെ വിളിച്ചു, കുഴപ്പമില്ല. ഇല്ല, കാരണം അത് അത്രേ ഉള്ളൂ, അവിടം വരെ ഉള്ളൂ. അത് ബാക്കി ഞാൻ തന്നെയാണല്ലോ. അതാണ് ഷോ. അങ്ങനെ ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് നിഷാദിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എല്ലാം വന്ന് പറയുന്നതായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടും പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള സംഭവം മറച്ചു പിടിക്കും. മനസ്സിലായോ? ടെക്നിക്കലി കളിച്ചോണ്ട് ഇനി ശ്രദ്ധിച്ചോളാം കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. നല്ല രസമുണ്ട്. കൊള്ളാം. രജനീഷ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കൂല എന്നുള്ള പേരാണുള്ളത്. പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇന്റർവ്യൂലൊന്നും. മനസ്സിലായി. എനിക്ക് നിഷാദിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇച്ചിരി ഒരു കുത്തിത്തിരിപ്പ്, ഒരു അസൂയ. തുമ്പപ്പൂ 2014 റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ടാണ്. സുജേഷ് ഹരിയാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തതും. ഒറിജിനൽ സിതാരയുടെ അല്ല, ഒറിജിനലാണ് ഞാൻ പറയുന്നത്. ഒറിജിനലാണ് തുമ്പപ്പൂ. ഒറിജിനലാണ് തുമ്പപ്പൂ. അത് 2014 റെക്കോർഡ് ചെയ്തത്. അത് സുജേഷ് ഹരി എന്ന എഴുത്തുകാരൻ, പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബം. അതിൽ 10 പാട്ടങ്ങാനുണ്ടായിരുന്നു. അതിൽ 2 പാട്ട് ഞാൻ, ശ്രീനിച്ചേട്ടൻ, അങ്ങനെ കുറേ പേര് പാടി, വേണിച്ചേട്ടൻ, അങ്ങനെ കുറേ പേര് പാടി. നമ്മുടെ വിശ്വജിത്താണ് മ്യൂസിക്. അതിൽ 2 പാട്ട് പാടിയാൽ ഒരു പാട്ടാണ് ഈ തുമ്പപ്പൂ. ഈ തുമ്പപ്പൂ ഒരുപാട് ആളുകൾ എന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പല അതിൻ്റെ ഒരു സ്റ്റോറി ആക്കിയിട്ടൊക്കെ അന്ന് യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ യൂട്യൂബ് ഒന്നും അന്ന് കണ്ടോണ്ടിരിക്കുന്ന അവസ്ഥ അതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അയച്ചു. വാട്സപ്പ് വന്ന സമയത്താണ് അതിങ്ങനെ അയച്ചത്. നീ പാടിയതാണോ? അതെ, ഞാൻ പാടിയതാണ്. ഇതിങ്ങനെ ഇവിടെ കിടക്കുന്ന യൂട്യൂബിൽ പോയി കണ്ടു നോക്കുന്ന പറയാം. അപ്പം ഇങ്ങനെ അപ്പോൾ അന്ന് 2014 റെക്കോർഡ് ചെയ്തായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞ് ഒരു. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ അതൊന്ന് രണ്ടാമത് ചെയ്യും. ഏട്ടൻ്റെ ഒരു കസിനാണ്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ, ഞാൻ എണീറ്റു, ഏട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു പാട്ട് കേൾപ്പിക്കാം, ഇത് ഏട്ടൻ പാടിയതാണോ? അപ്പോൾ പാട്ട് കേട്ടപ്പം അതൊരു ഫോക്കിഷ് ടച്ചിലാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ ചില സാധനങ്ങൾ അതിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതായിരിക്കും, ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. നീ ഞാൻ ലിങ്ക് അയച്ചാന്ന് പറഞ്ഞു. അപ്പം അവൾ ലിങ്ക് അയച്ചു തന്നു. ഏട്ടൻ എണീറ്റപ്പോൾ ഞാൻ കേൾപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് വിശ്വജിത്ത് പറഞ്ഞേ, പുതിയ സിനിമയിൽ സിത്താര പാടി എന്ന് പറഞ്ഞില്ലേ, ആ പാട്ടാണ് ഇതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒറിജിനലാ.
ഞാൻ പറഞ്ഞു, ഓ അതാണല്ലേ ഇത്. അപ്പൊ അവള് എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ പാട്ട്, ചേട്ടൻ വേഗം തന്നെ കവർ ചെയ്തോ. അങ്ങനെ ചെയ്തതാണ് അത്, കുറെ വ്യൂ ആയി. 3 മില്യൺ. അപ്പോഴാണ് അറിയുന്നത്, ആ ഇന്നയാളാണ് പാടിയതല്ലേ. അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ വന്ന് പറയും, തനിക്കൊക്കെ ഒറിജിനൽ എടുത്ത് പാടിക്കൂടെ. സാർ ഞാൻ തന്നെയാണ് ഒറിജിനൽ പാടി, ഞാനാണ് സാർ, എന്റെ പാട്ട് തന്നെയാണ് ചോദിച്ച പോലെ. അതെ അതെ. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ വന്ന് ഇത് രണ്ടാമത് ഈ പാട്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ബിജു മേനോൻ ചേട്ടന് ഇഷ്ടമായിട്ടാണ്, അങ്ങനെയാണ് പറഞ്ഞത് വിശ്വജിത്ത്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നുള്ള സിനിമയിൽ ഈ പാട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ പാട്ട് വാങ്ങിയിട്ട് അത് പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അതൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഓറിയന്റഡ് സിറ്റുവേഷനായി മാറി. അങ്ങനെയാണ് സിത്താര അത് രണ്ടാമത് പാടുന്നത്. അപ്പൊ അതിന്റെ വരികളും മാറ്റി കേട്ടോ, പുലരിപ്പൂ, തുമ്പപ്പൂ മാറി പുലരിപ്പൂവായി, ഒരുപാട് വ്യത്യാസങ്ങൾ. അത് ഫീമെയിൽ ഒരു ഡയമെൻഷനിലാണ് അത് എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡ് സുജേഷിന് എഴുത്തിൽ കിട്ടി. അപ്പൊ അങ്ങനെയാണ് തുമ്പപ്പൂവിന്റെ കഥ. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം, തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ഈ പാട്ട് നിങ്ങൾ കുറേ പ്രാവശ്യം പാടിയാൽ കേട്ടിരിക്കുന്നവരൊക്കെ കരയും. ഈ പാട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കമൻസ് വായിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും എന്താണ് ഈ വരികളിലുള്ളത്. സുജേഷിനോട് ഞാൻ ചോദിച്ചു, സുജേഷ് പറഞ്ഞു അതൊക്കെ ഒരു സാധനമാണ്, പക്ഷെ അതിൽ എവിടേക്കോ എന്തൊക്കെയോ സാധനങ്ങൾ കൊളുത്താണ് ആളുകളെ. അത് എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ കിടന്നാലും ഈ പാട്ട് വീണ്ടും പാടുമ്പോഴത്തേക്കും സെയിം ഫീൽ ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ആ ലിറിക്ക് കിടക്കുന്നത്. അപ്പൊ അത് കേൾക്കുന്നോറും നമുക്കിങ്ങനെ വിഷമം ഇല്ലെങ്കിലും അയ്യോ എനിക്ക് എന്തോ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ഫീലാണ്. അതെ, ഇല്ലാത്തൊരു പ്രണയം നമ്മൾ സങ്കല്പിച്ചിട്ട് അയ്യോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാന്ന്. സത്യം, അത് രസമുള്ള ഒരു പരിപാടിയാണല്ലോ. പക്ഷെ ചിന്തിക്കേണ്ടതാണല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തൊക്കെയുണ്ട്, ഇത് ഭയങ്കര അസാധ്യമായിട്ടുള്ള ബുദ്ധിജീവിയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ കഴിയുന്നു കൂടെ? അയ്യോ ഭയങ്കര പാടാണല്ലേ ചില സമയത്ത് ഇങ്ങനെ സ്പാർക്ക് ആവാറുണ്ട്, അപ്പൊ ഞാൻ മിണ്ടാതിരിക്കും. ഓ അത് മനസ്സിലായി. ഞാൻ വേഗം തമ്പുരു ഓൺ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, രക്ഷപ്പെട്ടുകളയാണ്. പിന്നെ അത് പറയില്ലല്ലോ, പോയി കടന്നോളൂ. ഉപദേശിക്കൂ ഇടയ്ക്കിടയ്ക്ക്? ഉപദേശം തന്നെയുള്ളൂ. ഓ അതാണ് ഒരു കോൺഫ്ലിക്റ്റ്. അല്ല അതങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് ഉപദേശിക്കും, എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കും. അപ്പൊ ഞാൻ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കും, എന്നെ തിരിച്ചുപദേശിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കും. ഒരു അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും കഴിയുമ്പോൾ പിന്നെ ശരിയാ, പിന്നെ എന്തെങ്കിലും ഒരു പാട്ടിന്റെ കാര്യം പറയും, പിന്നെ സെറ്റാണ്. ഇപ്പൊ പാട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അല്ല, ഉപദേശിക്കുമ്പോഴത്തേക്ക് തിരിച്ച് ഡാൻസിന്റെ കാര്യം പറയും. ചെയ്യില്ല. അപ്പൊ നാട്ടുകാർ മുഴുവൻ എന്നോട് ചോദിക്കും, വീട്ടുകാരും ചോദിക്കും, എടേ എന്താണ് നീ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഡാൻസ് ഒക്കെ കളഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ മൊത്തയ്ക്ക് നോക്കും, എന്താണ് അതിനൊന്നും മറുപടി ഇല്ല. മറുപടി പറയൂ. അല്ല അത് ഞാൻ ചെയ്യും, എൻ്റെ ഒരു സമയത്തിന് ചെയ്യും, അത് മാറ്റി വെച്ചതല്ല. ഇപ്പൊ താൽക്കാലികമായിട്ടൊന്ന് അടച്ചു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ലൊരു ഡാൻസറാണ് അത്, പക്ഷെ ഭയങ്കര എന്താ പറയാ ഒരു ബ്രില്യൻ ഡാൻസറാണ്. പക്ഷെ അതിങ്ങനെ ഒരു മടിയാണ് ഇങ്ങനെ വരാനായിട്ട്. നാട്ടുകാർ ഇനി എന്തെങ്കിലും പറയുമോ എന്നൊക്കെ സോഷ്യൽ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ പറയാം, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ കുറെ കുറ്റം പറയും. ഞാൻ പറഞ്ഞു നാട്ടുകാർ കുറ്റം പറയട്ടെ, അതല്ലേ അപ്പോഴല്ലേ കയറി വരാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ സവിജിക്ക് വേണ്ടി ഞാൻ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചിത്രശലഭം ഒരു ആൽബം ചെയ്തു, അതില് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത ബർഖാറുത്തു എന്ന് പറഞ്ഞ ആ സമയത്തായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ അത് കാരണം അതില് ചെയ്യാൻ പറ്റിയില്ല. അതെ, പാട്ട് ചെയ്ത് തുടങ്ങിയപ്പോ ഒരു വർഷം മുമ്പേ പാട്ട് ചെയ്ത് തുടങ്ങി, ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വർഷം, അപ്പോഴേക്കും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ പാട്ട് പക്ഷെ വേറെ സമുദ്ര എന്ന് പറഞ്ഞിട്ട് സമുദ്ര ഗ്രൂപ്പിന് കൊടുക്കും, അവരാണ് ചെയ്തത്. ആക്ച്വലി സജീവേട്ടനും ഒക്കെ കൂടെ. എന്റെ ഗുരുനാഥൻ ലമേക് മൽഹാറിലൊരു കൃതി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം
ശരി അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് റീവർക്ക് ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത വർക്കാത്. ഓ അടിപൊളി. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു, നല്ല രസം, പ്രൊഡക്ഷൻ നല്ലതായിരുന്നു. ഇടയ്ക്ക് മുഴുവനായിട്ട് വരണമെങ്കിൽ അല്ലേ? അതെ അതെ, സാറ് തന്നെ വിചാരിക്കണം. സാറ് വിചാരിക്കുന്നു സാറേ. വിചാരിക്കുന്നു. ഓക്കെ, ഇതിനൊരു റെക്കോർഡ് ഇത് പാടാം. അതെ. बरखार तू आए सावरिया, बरखार तू आए सावरिया, गरज गरज अब बरसन लागे, गरज गरज अब बरसन लागे, बरखार तू आए सावरिया, बरखार तू आए सावरिया. നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനിയാണെങ്കിലും ചെയ്യാം. അതെ അതെ, അത് ഡെപ്ത് ഉണ്ട്. നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ നന്നാക്കാനും പറ്റും. തീർച്ചയായിട്ടും ഇത് റെക്കോർഡിക്കലി കിടക്കട്ടെ. അതെ, ഈ വാക്ക് പറഞ്ഞതില്ലേ, ആ വീഡിയോ കിടക്കുന്ന എൻ്റെ വേറെ എൻ്റെ 3 ഫ്രണ്ട്സ് ചേർന്ന് ചെയ്ത ഒരു യൂട്യൂബ് ചാനലിലാണ് കിടക്കുന്നത്. ഓ ഓ, എൻ്റെ ചാനലിൽ ആ പാട്ടില്ല, ഇനിയും സാധ്യതയുണ്ട്. അതെ, അതും കൂടെ പറഞ്ഞു. അതിന്റെ ഒരു എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ് കൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തന്നു. എന്നിട്ടും പറ്റില്ലല്ലേ? അതുകൊണ്ട് ഔസേപ്പച്ചൻ സാറ് സ്പീഡ് പാട്ട്, ഓർമ്മകളെ ഇവിടെ പറയൂ, ആ സാധനം അത് ശരിക്കും 2ാമത്തെ സിനിമയാണ് എൻ്റെ. രമേശ് നായർ സാർ എഴുതിയ പാട്ടാണ്. അതൊന്ന് പാടിയിട്ട് നമുക്ക് അതിന്റെ വിശേഷം പറയാം. ഓർമ്മകളെ വിട പറയൂ, പോയി വരട്ടെ ഞാൻ, കരളുരുകും വേദനകൾ തേങ്ങുമീ വഴിയേ, തുണയായതൻ നിഴലായി വരാം, നിഴലിനു മുഖമെവിടെ, പറയൂ നീ ഓർമ്മകളെ വിട പറയൂ, പോയി വരട്ടെ ഞാൻ. നല്ല പാട്ടാണത്. അതായത് ചിലരൊക്കെ ശ്രദ്ധിക്കാതെ വിടുന്ന ചില പാട്ടുകൾ സത്യത്തിൽ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ അത് മെഗാ ഹിറ്റ് ആവുന്ന അവസ്ഥ എത്തുന്ന ചില പാട്ടുകളുണ്ട്. ആ ഗണത്തിൽ വരുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഇത് സിനിമയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നം കൊണ്ടൊരു തുലാഭാരം, രാജസേന സാർ പടം. ഈ രാജസേന സാർ എന്നെ വിളിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഗന്ധർവ സംഗീതത്തിൽ വിൻ ചെയ്ത സമയത്ത് ഓ ദുനിയാക്ക് രഖ്വാലയാണ് ഞാൻ പാടിയത്. അത് ഹൈപ്പിച്ചാണ് മേലെ രഖ്വാല എന്ന് പറഞ്ഞ ലാസ്റ്റൊക്കെ നിർത്തുന്നത്. അപ്പോൾ സാർ അത് കേട്ടിട്ട് എനിക്ക് അങ്ങനത്തെ പാട്ട്, അതൊരു ശോക മൂടുള്ള പാട്ടാണ്. അപ്പോൾ സിനിമയിൽ തന്നതൊക്കെ അങ്ങനത്തെ പാട്ടാണ് സാറിന്. അത് കണ്ടിട്ട് ഫസ്റ്റ് സോങ്ങിന് പുത്തൂരം വീട്ടിലെ തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ, നാടിൻ്റെ മാനവും കാത്തവരെ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവൻ്റെ രാജകുമാരി, അതിൻ്റെ പാട്ടാണ്. അപ്പോൾ അതിലും ഇങ്ങനത്തെ ഒരു പാട്ട്, ഇതിലും തന്നത് ഇങ്ങനെ. അപ്പോൾ സാർ എപ്പോഴും പറയും ഇയാൾ ഹൈപ്പിച്ച് നന്നായിട്ട് പാടും, ഇയാൾക്ക് ഈ പാട്ട് കൊടുക്കും, അങ്ങനെ പറഞ്ഞിട്ട് സാറ് നിങ്ങൾക്ക് പലതും പാടാൻ പറ്റും കേട്ടോ. ഹൈപ്പിച്ച് മാത്രമല്ല, റൊമാൻറ്റിക് ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വോയിസ് ആണ്. ഇനിയും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ പരാതി. തീർച്ചയായിട്ടും വരും. അതെ, ഇനിയും ഉപയോഗിക്കണം. ഇത് കഴിയുമ്പോൾ, അതെ, ഇത് കഴിയുമ്പോൾ ഉപയോഗിക്കും. അത് ലാസ്റ്റ് ഇറങ്ങിയ കൈലാസ് മേനോന്റെ പാട്ട്, കൊത്തിലെ പാട്ട്, ആ പാട്ട് കേട്ടവ കുറെ ആൾക്കാർ ഇൻസ്റ്റയിൽ DM ചെയ്യും. ഇത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് കാർ യാത്രയിൽ കേട്ടപ്പോൾ ഈ പാട്ടിന്റെ ഫീൽ അങ്ങ് മാറി, നിങ്ങളുടെ ശബ്ദം ഭയങ്കര കേട്ടോ. അത് അങ്ങനത്തെ ഒരു പാട്ടാണ്, ഭയങ്കര റൊമാൻസ് ഉള്ള ഒരു സോങ് ആണത്. കൈലാസിന്റെ കയ്യിൽ എങ്ങനെയാ കിട്ടിയേ? കൈലാസിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? സിബി സാർ വഴി ആയിരിക്കും വന്നത്. ഇപ്പോഴും ഞാനത് ചോദിച്ചിട്ടില്ല എന്താ കണക്ഷൻ സാറ്. കാരണം സിബി സാറ് ഒരു പ്രോഗ്രാമിന് അതിന് മുമ്പ് സിബി സാറിന്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, വയലിൻ എന്നുള്ള മൂവി. അത് വിജയേട്ടൻ എനിക്ക് തന്നതാണ്. വിജയേട്ടനെ പറ്റി പ്രത്യേകം പറയാനാണ്. ഒരുപാട് പാട്ടുകൾ എനിക്ക് തന്നിട്ടുള്ള ഒരു ആളാണ് വിജയേട്ടൻ. അത് ഇപ്പോഴല്ല, നേരത്തെ മുതൽ നമ്മുടെ പാസഞ്ചർ എന്ന് പറയുന്ന മൂവി, അതാണ് ആദ്യം ഞാൻ പാടി. അതിലൊരു 4 വരി ശ്ലോകമാണ് പാടി, കർമ്മണ്യവാധികാരസ്ഥ എന്നൊരു ശ്ലോകമാണ് പാടി. അതായത് ആ സിനിമയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. കാരണം ദിലീപിന്റെ റിംഗ് ടോൺ ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മാനേജർ ആണല്ലേ ഇത്? എനിക്ക് മനസ്സിലായതല്ലേ? അതെ, PR പ്ലസ് മാനേജർ പ്ലസ് ഭാര്യ പ്ലസ്. അപ്പോ വിജയേട്ട എന്നിട്ട് അതിനുശേഷം വയലിനിൽ പാട്ട്, കാണക്കൊമ്പിൽ പൂവിൽ തങ്ങും വെള്ളിപ്പൂമ്പാറ്റേ എൻ്റെ നെഞ്ചിൽ തത്തി കണ്ണിൽ തത്തി പാറിപ്പോവല്ലേ, ഇങ്ങനെ ഒരു പാട്ട് തന്നിട്ടുണ്ട്.
അപ്പോൾ അത് സിബിസാറിൻ്റെ പടത്തിൽ, അത് പക്ഷേ സിബിസാർ പറഞ്ഞിട്ട് തന്ന പാട്ടല്ല. പക്ഷെ അതിന് ശേഷം ദോഹയിലൊരു പ്രോഗ്രാമിന് ST കോളേജിൻ്റെ ഒരു അലുമിനൈ പ്രോഗ്രാം, അത് ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാമിൽ പേരിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴും വർഷങ്ങളായിട്ട് ഇപ്പം 8ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാമണി സാറാണ് എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ. രാജാമണി സാർ ഈ പറയുന്ന പോലെ ഒരുപാട് എന്നെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, ചെന്നൈയിലൊക്കെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സിബി സാർ ഗസ്റ്റ്, സാറും SD കോളേജ് പഠിച്ചാണ്, സാർ അവിടെ ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ അന്ന് പഴയ പാട്ടുകളാണ്, ബാബുക്കയുടെ പാട്ടുകളായിരുന്നു. അതിൽ ഒരു പുഷ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഷ്പം പാടി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ സാറ് പറഞ്ഞ് നിഷാദ് പാട്ട് വളരെ നന്നായി, സിനിമയിലൊക്കെ പാടണ്ടേ. അപ്പൊ അവർ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പൊ നമ്മുടെ തലയിൽ കൂടെ പോകുന്നത് മറ്റേ ഹിസ് ഹൈനസ് അബ്ദുള്ള, പിന്നെ തീർച്ചയായിട്ടും സാർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാർ വയലിനിൽ ഞാൻ പാടിയിരുന്നു, പക്ഷെ ആ പാട്ട് ഞാൻ എടുത്തു. എനിക്കറിയാം, പക്ഷെ അത് നിഷാദായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് വേറൊരു പാട്ട് പാടാം. അങ്ങനെ സാറ് കരുതി വെച്ച ഒരു സംഭവമാണത് ഈ സിനിമ, കൊത്ത് എന്നുള്ള സിനിമ. അങ്ങനെ അതും കൈലാസും എനിക്ക് നേരത്തെ അറിയാം, വളരെ ഇഷ്ടമായിരുന്നു പാട്ടുകൾ. കവേഴ്സ് കേൾക്കാറുണ്ടായിരുന്നു. അതിൽ നിലാമലരയുടെ ഒരു കവർ ഞാൻ ചെയ്തത് കൈലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയും കൂടി ആയിരിക്കും കൈലാസ് ഞാൻ ചോദിച്ചിട്ടില്ല കൈലാസിനോട്. കൈലാസ് എന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായിരുന്നു. ആ പാട്ടും ഇതേപോലെ പാടി കഴിഞ്ഞപ്പോൾ സിബി സാർ വന്ന്, അപ്പം ഞാൻ എൻ്റെ വാക്ക് വലിച്ചു സാറ് വന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു രസമുള്ള പാട്ടായിരുന്നു. ഹരി എഴുതി. അതെ അതെ, ഹരിനാരായണന്റെ കൈലാസുമായിട്ടുള്ള അവരുടെ കോംബോയിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റി. അപ്പുറത്ത് ഹരിശങ്കർ പാടിക്കൊണ്ടിരുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് വന്ന് ഇവിടെ ചേർന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നു. തീർച്ചയായിട്ടും അത് പാടൂ. തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം, കണ്ണിറയെ കൗതുകം, മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു, പിന്നെങ്ങോ മാഞ്ഞുപോയി, ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം, രാമുല്ലമെല്ലെ വാർനിലവിൻ കാതിലായി ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കളായി. ഇങ്ങനെ പോകും. റിപ്പീറ്റ് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കും. അത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും. അപ്പോൾ ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഒരു വരികളെല്ലാം സവിജിക്ക് അറിയാമല്ലോ ആ പാട്ടിന്റെയും. പെട്ടെന്ന് ഇങ്ങനെ വരി തപ്പുന്നൊരവസ്ഥ വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വരികളിലൂടെ സഞ്ചരിക്കും. ലിറിക്സ് ആണ് എനിക്ക് ആദ്യം ക്യാച്ച് ചെയ്യുക. അപ്പം അതിന്ന് ഏട്ടൻ ഇങ്ങനെ ട്യൂൺ പിടിക്കുമ്പോൾ ഞാൻ ലിറിക്ക് ഫില്ല് ചെയ്യും. അങ്ങനെയാ പോവുക. എന്ത് സംശയം വന്നാലും ഇപ്പുറത്ത് ചോദിച്ചാൽ മതിയല്ലേ. ലവ് സ്റ്റോറി കുട്ടികൾക്ക് അറിയാവോ നിങ്ങളുടെ ലവ് സ്റ്റോറി? ശരിക്കും കുറച്ചൊക്കെ അറിയാം, കാരണം ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നൊക്കെ പറയുമല്ലോ, അത് അവരിടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ആരെങ്കിലൊക്കെ സുഹൃത്തുക്കൾ വരുമ്പോഴും നമ്മളിങ്ങനെ അവരിങ്ങനെ ഒന്ന് ഇളക്കി വിടുമ്പോൾ വീണ്ടും ഇത് പറയുമല്ലോ, അപ്പോഴൊക്കെ അതെല്ലാം അവർ കേൾക്കുന്നുണ്ടാവും. നമ്മൾ ചോദിച്ചിട്ടില്ലേ. എത്ര വയസ്സാണായത്? മൂത്താള് 9th-ലും രണ്ടാമത്തെ ആള് 2nd സ്റ്റാൻഡേർഡ്. അപ്പം ഈ രണ്ടുപേരും തമ്മിലും കഥ പറയുന്നുണ്ടാവും. ഉണ്ട്, അവരുടേതായ ഒരു കഥയുണ്ട്. അതെന്തായിരുന്നു? ഇതിപ്പം ആദ്യം മൂത്ത ആളിങ്ങനെ അറിഞ്ഞു വന്ന സമയത്ത് അവൻ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അമ്മ ബ്രാഹ്മിനാണല്ലേ? അപ്പൊ ചെറിയ ആള് ചാടി എണീറ്റ്, അമ്മ മീനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ മീനായിരുന്നു. ഓ, അപ്പോ ദുബായില് അമ്മ മീനായിരുന്നോ? അപ്പൊ മൂത്ത ആള് വേഗം പറഞ്ഞു, അമ്മ ദുബായില് അച്ഛൻ ബുർജ് ഖലീഫയിൽ പാടുകയായിരുന്നു. അപ്പൊ അമ്മ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ മീനായിരുന്നു അമ്മ. അപ്പൊ പാട്ട് കേട്ടപ്പോ അമ്മ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ, ഇതാരാ പാടുന്നേ, ഓ ഇയാളെന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഇയാളെന്ന് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ അമ്മ വിചാരിച്ച് അമ്മ അങ്ങ് ചാടിയപ്പോ അമ്മ അങ്ങ് മനുഷ്യ സ്ത്രീയായി. അങ്ങനെ അച്ചപ്പനെ കാണുന്നു, അച്ചപ്പൻ എന്നാണ് വിളിക്കാറ് അവര്. മൂത്ത ആള് ചെറുതായിരുന്നപ്പോ അവനെങ്ങനെ മുത്തേ പൊന്നേ എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് വിളിക്കുമല്ലോ, കൊഞ്ചിച്ച് അവൻ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാ. അച്ഛ എന്നുള്ളത് അച്ചപ്പ, ഇങ്ങനെ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ്. അപ്പൊ രണ്ടുപേരും അച്ചപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അമ്മ അച്ചപ്പനെ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞു, അതെ, അതാണ് മീൻ ആയത്.
അപ്പൊ ഈ കഥയാണ് ഇപ്പൊ പറഞ്ഞു ഈ കഥയാണ് ഇപ്പൊ എല്ലാവരോടും അവന്മാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇൻ ഷോർട്ട് അത് തന്നെയാണ് ഈ ചിത്ര ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന കഥ ഇതാണോ? ഇത് തന്നെയാണ്. ഓ, ഇത് അടിപൊളി കഥയാണ്. ഞാൻ അത് ആലോചിച്ചു, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാവോ? ഇത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞുതരാം. ഇവര് വരിയാണ് കേൾക്കണെന്ന് പറയുമ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കുള്ളൂ. മീനിൽ നിന്ന് ഇതിലേക്ക് ചാടി എന്ന് വെച്ചാൽ ഒരു പരിണാമത്തിന്റെ ഒരു അവസ്ഥയാണ്. ശരിക്കും സയൻസ് ആണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ മധുചേട്ടൻ മധുചേട്ടൻ കേട്ട പറയാം, ഇതൊക്കെ ഡിസ്നിക്ക് കൊടുക്കണം ഈ കഥ. ശരിക്കും ആ ഒരു ഇമാജിനേഷനിലാണ്. അല്ല, ഇമാജിനേഷൻ അതിനകത്ത് നല്ല ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് പാടുന്നത്, ഇത് ആരാണ് പാടുന്നത് നോക്കിയത്രേ. അതാണ് അതിന്റെ ഏറ്റവും പഞ്ച് സാധനം. അങ്ങനെ ചാടി ചാടി, ശരിയാണ്, ലോജിക്കലി ശരിയാണ്. ചാടി ചാടുമ്പോൾ കുറച്ചുകൂടെ ചാടാനുള്ളൊരു ആവേശം. ആ ആളിനെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ടൊക്കെ ചാടി. അപ്പൊ ചാടുമ്പോ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മനുഷ്യനായാലേ പറ്റുള്ളൂ. മീനിന് പുറത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, വേറെ ലെവൽ കേട്ടോ. ഇത് ഇതിന്റെ പ്രോഡക്ട്സ് ആണ്, ബൈ പ്രോഡക്ട്സ്. അയ്യോ, അത് കൊള്ളാൻ കേട്ടോ. ബ്രേക്ക് വരുമ്പോ പാട്ട് പാടണമെന്നാണ്. ഉറപ്പായിട്ടും. ഏതാ വേണ്ട പറഞ്ഞു. വൈഫിന് ഇഷ്ടപ്പെടുന്ന വേറൊരു പാട്ട് പാടാം. ഇല്ല, ഇപ്പൊ സ്വന്തമായിട്ട് പാടിയത് തന്നെ വേണമെന്നില്ല. റാഫി സാറിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പാട്ട് പാടിയില്ല. चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो. ആ മനോഹരമായ രാത്രികളല്ലേ മനസ്സിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. പ്രേമിക്കുമ്പോൾ ഈ പാട്ട് പാടി തന്നത് കണ്ടാ, അതോർത്തം. അല്ലേ അല്ലേ, ശരിയല്ലേ, ശരിയാണ്. മറ്റേ ഹസ്കിനെസ് വോയിസിന്റെ നറേഷൻ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഈ പാട്ട്. അങ്ങനെ രാത്രികൾ ഇങ്ങനെ ഓരോ രാത്രികളായിട്ട് കൗൺസിൽ ചെയ്ത് വളച്ചെടുത്തു. കുറേ പാട്ടുകൾ സവിജ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, കാരണം സവിജ ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്. അപ്പൊ തമിഴ് കുറേ അങ്ങനത്തെ പാട്ടുകളൊക്കെ സവിജ എനിക്കിങ്ങനെ അതിന്റെ മീനിങ് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയാണ് കുറച്ചുകൂടി ഞാൻ മീനിങ്ങിലേക്ക് ഇങ്ങനെ അങ്ങനെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. ചിലപ്പോ പാടുന്ന കേൾക്കുമ്പോ ഞാൻ അല്ല ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടുന്നത്. തമിഴൊക്കെ കേൾക്കുമ്പോഴേ, മലയാളം പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പൊ തമിഴൊക്കെ ഹിന്ദിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ. അപ്പം പറയും അല്ല ഇതിങ്ങനെയല്ല. ഞാൻ പറയും ഫീല് കറക്റ്റാണ്, പക്ഷെ അതിന്റെ മീനിങ് അറിയുമ്പം നമുക്കൊന്നുകൂടി ഓ ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ. അപ്പൊ അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പാടും. അപ്പൊ അങ്ങനെ കുറച്ച്. അതേപോലെ ഡിക്ഷനും കുറെ തമിഴ് നന്നായി സംസാരിക്കുന്നത് കൊണ്ടും ഡിക്ഷനും കുറെ കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അടിപിടിയാവോ അവസാനം, ഒന്നും പറ്റില്ല അതൊക്കെ പറയാ. അങ്ങനത്തെ അവസ്ഥയിൽ വരെ നമ്മളിങ്ങനെ അത്രയും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അതേപോലെ ഹിന്ദി കേട്ടോ, ഹിന്ദിയും സവിജ ഡിക്ഷൻ ഒരുപാട് കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. അതിപ്പോ പലപ്പോഴും എനിക്കൊരു എന്താ പറയാ ഒരു ഗുണമായി വന്നിട്ടുണ്ട്. കാരണം പുറത്തിപ്പോൾ ഹിന്ദോറിലൊക്കെ എനിക്ക് പാടുമ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഓഡിയൻസിന് നമ്മളൊരു മലയാളിയാണ് പാടുന്നതെന്നല്ലാത്ത രീതിയിലൊരു ഹിന്ദി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവരത് അംഗീകരിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ അംഗീകരിക്കാനായിട്ട്. ദാസാറിനെ പോലും അവർ എന്താ പറയുക അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഇപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഏലക്ക കടിക്കുമ്പോഴേ ഏലക്ക അതിന് ആവശ്യമാണ് ബിരിയാണിക്ക്. പക്ഷെ അതല്ലാതെ കടിക്കുമ്പോൾ നമുക്ക് ആ ഒരു അത്രയും നേരം കഴിച്ച ബിരിയാണിയുടെ ആ ഒരു എൻജോയ്മെന്റ് പോകും. അതേപോലെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഡിക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ വരുന്ന ആ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിലാണ് ഞാൻ കുടുങ്ങിയത്. ഇതിനെ ഇങ്ങനെ തന്നെ കൊണ്ടു കിടക്കണം കേട്ടോ. PR, മെൻഡർ, വൈഫ്, മാനേജർ, വേറെ ലെവൽ കേട്ടോ. ഇത് ഡാൻസ് ഒന്നും പോണ്ട, ഡാൻസിനൊന്നും വിടണ്ട. നിങ്ങളുടെ പാട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ട് നടന്നാൽ മതി. നിങ്ങൾ വേറെ ലെവലിലെത്തും. ഇത് ബുദ്ധിജീവിയാണ് കേട്ടോ. ഇപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴും ഡാൻസ് പഠിപ്പിക്കാൻ പോവാറുണ്ട് ഞാൻ. അതായത് കോളേജിലായിരുന്നപ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ കലോത്സവങ്ങളിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്യാൻ പോവാറുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പിള്ളേരുടെ ലെവലിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതേപോലെ മോൻ സ്കൂളിലായപ്പം അമ്മമാരുടെ കൂടെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മമാർക്കും അതെ, നമുക്ക് അമ്മമാർക്ക് ഇപ്പോൾ പിള്ളേരെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ഭംഗിയായിട്ടുള്ള രീതിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം അത് കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു ഫുൾഫിൽമെൻറ്റിൽ വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ അതേപോലെ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും കുറച്ച് 30s 40s ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഒരാൾ മാത്രം 20s ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ശിവൻ്റെ ഡമരു പിടിക്കാനായിട്ട്, അപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടത് പിടുത്തം കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഡമരു ഇങ്ങനെ ശിവൻ്റെ ഡമരു എടുക്കാനും. അപ്പം ഞാൻ പറഞ്ഞു, എടി നമ്മൾ യോ ചെയ്യില്ലേ, യോ യോ, അപ്പോൾ വേഗം അവൾക്ക് കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വേഗം മനസ്സിലാവാൻ വേണ്ടി കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഏലക്ക കൊണ്ടുവന്ന് കടിപ്പിച്ചു. അപ്പം പിടികിട്ടി, സംഭവം പിടികിട്ടി. എന്തൊക്കെ ടെക്നിക്കാണല്ലേ. നമ്മളെപ്പോഴും ട്യൂണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാണ് ഭയങ്കര ഹാർഷായിട്ടാണ് പറയുക. കാരണം അങ്ങനെ പറഞ്ഞാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ പറയാം, അതെന്താ അങ്ങനെ അവിടെ എന്താ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അതുവരെ പാടി വന്നാൽ മുഴുവൻ പോയി. അതൊന്നും കേട്ടില്ലേ ശരിക്കും നിങ്ങൾ പാട്ടിന്റെ നോളജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇത് കറുത്ത വരെയുള്ള വെളുത്ത കുതിരയാണോ, വെളുത്ത വരെയുള്ള കറുത്ത കുതിരയാണോ? രണ്ടും കൂടിയാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ പറ്റും, ആ പ്രേമിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, കണക്ഷൻ പോയിന്റ്. ഇപ്പൊ പല കാരണങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ മറികടങ്ങുന്ന ഒരു കണക്ഷൻ പോയിന്റ് എവിടെയായിരുന്നു കറക്റ്റ്? രണ്ടുപേരും രണ്ടുത്തരമായിരിക്കും, ഒരു ഉത്തരവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ തീരുമാനം എടുത്തു ഏറെക്കുറെ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഒരു ഇങ്ങനെ പതിയെ പതിയെ വന്നതാണ്. അതുകൊണ്ടാണ് ആ പാട്ടിന് അവിടെ ഇമ്പോർട്ടൻസ് വന്നത്. പിന്നെയും അതായത് ഏട്ടൻ പറഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, പിന്നെയും പറയുന്ന സമയത്ത് പിന്നെയും പാടിയെങ്കിലും അത് ഇവിടെയാണ് എഫക്ട് ചെയ്തേക്കുന്നത്, സവിജയ്ക്കാണ് എഫക്ട് ചെയ്തേക്കുന്നത്. അപ്പോ അവിടെയാണോ കറക്റ്റ് ക്ലിക്ക്? അതെ, എനിക്ക് പറഞ്ഞത്, ഞാൻ ആ പാട്ട് പാടിയത് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പം അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് അവിടെ പാടിയത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഒരു പാട്ടുകാരൻ പാടിത്തരികയാണ്. അപ്പോൾ ഒരു പാട്ടാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്, അല്ലാതെ ഒരു കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ഫീൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എനിക്ക് തരുന്നത്. അപ്പം എന്തോ എന്നോടില്ലേ എന്നൊരു സാധനം, അതാണ് പോയിന്റ്. ആ പാട്ടൊക്കെ തെറ്റിപ്പോയിരുന്നെങ്കിൽ ആ സമയത്ത് കംപ്ലീറ്റ് അല്ല, അതെങ്കിലും നമ്മൾ മറ്റേ മുഹമ്മദ് റാഫി വെച്ച് രാത്രി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് കളി വേറെ ലെവലല്ലേ. ഒരു പാട്ടൊന്നും അല്ലല്ലോ കാരണം, ഒരു പാട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നൊന്നല്ലേ ഉള്ളൂ. അതേപോലെ തിരിച്ച് നമ്മളിപ്പോ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഓക്കെ ആയി വരികയാണോ, അതേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇതൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ്. പിന്നെയും പക്ഷെ എങ്കിലും ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നല്ലോ, ആഗ്രഹം നടക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടല്ലോ. എവിടെയാ കറക്റ്റ് ഇയാൾ മതിയെന്ന് തീരുമാനിക്കുന്നത്? നമ്മൾ ഈ 2 വർഷക്കാലം നമ്മൾ സംസാരിക്കുമ്പം നമുക്കറിയുന്നു നമ്മുടെ പറ്റുന്ന ഒരാളാണ്, നമ്മുടെ വേവ് ലെങ്ത്തും നമ്മളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അത് അങ്ങനെയല്ലേ വേണ്ട. അപ്പോൾ എനിക്കിപ്പം എൻ്റെ മാത്രം ഇഷ്ടമല്ല, എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പെരുമാറാൻ അറിയുന്ന ഒരാൾ. അങ്ങനെയാണ്. അറിഞ്ഞാൽ പോരല്ലോ, അത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാനും പെരുമാറാനും അറിയുക. പിന്നെ പാട്ട് എന്ന് പറയുന്നത് ജീവനാണ്. അത് പാട്ടിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതാണ് അതിൽ ഷോർട്ട് കട്ടൊന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് സവിജ. അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, അതിനു വേണ്ടി സമയം തരിക. പിന്നെ അതിന് വേണ്ടുന്ന സമയങ്ങൾ ചിലവാക്കുമ്പോഴൊന്നും അതിനൊരു പരാതിയില്ല. ഇപ്പം മക്കളെ കാര്യമാണെങ്കിൽ തന്നെ, മക്കളായതിനു ശേഷമാണ് ഞാൻ പറയുന്നത്, മക്കളെ കാര്യമാണെങ്കിൽ തന്നെ ഞാനൊന്നും അറിയുന്നില്ല. എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെ ആയിരിക്കും, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നു മാത്രം. എന്നാലും എനിക്ക് ഫീൽ ചെയ്തല്ലേ പറയുക. അപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരും അമ്മയോട് ചേർന്നാണ് നിൽക്കുന്നത്. അത് ഒരു കണക്കിന് എനിക്ക് ഗുണമാണ്. കാരണം ഞാൻ എൻ്റേതായ മേഖലയിൽ എനിക്കിങ്ങനെ പോകാമല്ലോ. അപ്പം ഇന്ന് വരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അത് അന്ന് മുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ നമുക്കിങ്ങനെ. അപ്പോൾ എനിക്കിത് വിടരുത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരാളാണെന്ന് തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തെന്നാണ്. ഇപ്പോഴും അതേ അഭിപ്രായത്തിൽ തുടരാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷമുള്ള രസമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ്ഗടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലോണം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നല്ലോണം വിമർശിച്ചും ഒക്കെ. തീർച്ചയായും വിമർശനം ഭയങ്കരമാണ്. നമുക്ക്
ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ചിലപ്പോൾ ഞാൻ പറയും പാട്ട് വേണ്ട, എനിക്ക് ഈ പാട്ട് ഞാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം പ്രൊനൗൺസിയേഷനാണ് മെയിനായിട്ട്. ഹിന്ദി പാടിക്കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷനാണ് മെയിൻ, ഹിന്ദി തമിഴും. അപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് പറയും, സവിജ പറയും. പക്ഷെ ഞാൻ പറയും, ആ സ്ഥലത്ത് വരുമ്പോൾ ഞാൻ പറയും അതെ നല്ല ബോറാണ്. അല്ല അങ്ങനെ ഒരാൾ വേണം, തീർച്ചയായിട്ടും. അല്ലേ. ഇപ്പോൾ ബിജുബാലേട്ടനെ കുറിച്ച് കൂടെ പറഞ്ഞ് അതൊരു സാത്വികനായ ഒരു മനുഷ്യനാണ്. വിജയേട്ടന് നമ്മളിപ്പോൾ പറയില്ലേ, ഒരാളെ നമ്മളിങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നാലേ അയാളുമായിട്ട് ബന്ധമുള്ളൂ, അങ്ങനെ അല്ലാത്ത ഒരാളാണ്. എപ്പോഴും അങ്ങനെയൊന്നും വിളിക്കണം എന്നോ ഒന്നുമില്ല, അദ്ദേഹവും വിളിക്കാറില്ല അങ്ങനെ. പക്ഷെ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് നമ്മളെ അത് എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹം വിളിച്ചിരിക്കും. പക്ഷെ അതൊരു പാട്ടുണ്ട്, അതും വളരെ റെസ്പെക്റ്റോടുകൂടി വിളിക്കുകയും ചെയ്യാം. പക്ഷെ അത് എവിടെയാണ്, ഞാൻ അവിടെ ഉണ്ട്, അല്ല ഒരു പാട്ട് പാടാനുണ്ട്, സമയം ഉണ്ടാവും അവിടെ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതൊരു ഭയങ്കര ജെനുവിനായിട്ടാണ് അത് ചെയ്യുന്നത് അദ്ദേഹം, അത് നമുക്കറിയാം. പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മീഡിയ വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ, അതിനപ്പുറത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വായിക്കാനോ അങ്ങനെ സങ്കല്പിക്കാനോ ഉള്ളതല്ല, അത് കാണിച്ചു തരണം അല്ലേ, അത് പ്രകടമാക്കണം. അതിൽപ്പെട്ട ഒരാളാണ്. അതിനപ്പുറത്തേക്ക് എന്താ പറയാ. അതെ, വിജയൻ ഏട്ടന് കൊടുത്തിട്ടുള്ള പാട്ടുകളെല്ലാം ഓരോന്നും ഓരോ ജോണറിലുള്ള പാട്ടുകളാണ്. റൊമാൻസിന് റൊമാൻസ് ഉണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്, ഫോക്ക് സ്റ്റൈൽ ഉണ്ട്, എല്ലാ ടൈപ്പും പാടിച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പും. ഇപ്പം നമ്മുടെ 2 നിറ മൂവിയിൽ ഒരു ഫോക്ക് ടൈപ്പാണ്. ഓ തെക്കോരം കോവിലിൽ നിന്നും ശംഖൊലിയുയരുന്നേ, വടക്കോരം മണികൾ മുഴങ്ങി ബാങ്കൊലിയും കേട്ടേ, തെക്കോരം കോവിൽ. അങ്ങനെ ഒരു പാട്ട്. മിഴി മിഴി സ്വകാര്യമായി കഥ പറയവേ, ഇരുവരുമഗാധമായി അതിൽ മുഴുകി നീങ്ങവേ, മായുന്നു ലോകങ്ങളൊന്നാകെയും നീ മാത്രമാകുന്നിതെൻ മുന്നിലായി, ആത്മാവിൽ പേരോതിടാൻ പോലുമാകാത്തൊരേതോ സുഖം. ഇങ്ങനത്തെ പാട്ട് തന്നൊരാളാണ്. ആ വരി ഇഷ്ടായില്ലേ? എനിക്ക് തോന്നി, അതോടെ ഞാൻ പാടിയത്. നമ്മളും ഈ ലിറിക്സിന്റെ ചെറിയ ആരാധകരാണല്ലോ. അത് സിനിമ ഒരു ഹൊറർ മൂവി ആയിരുന്നു, ക്ഷണം. സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ്റെ പാട്ടാണ്, ഹരി എഴുതിയ വരിയാണ്. ഓ അടിപൊളി. അപ്പം ഇനിയും കുറേ പാട്ടുകൾ കിട്ടാനുണ്ട്, പാടിക്കൊണ്ടേ ഇരിക്കുക. കൂടുതൽ റൊമാൻറ്റിക് സോങ്ങുകൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. കാരണം നിങ്ങളുടെ ശബ്ദം ഭയങ്കര റൊമാൻസിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ശബ്ദമാണ്, അതും ആ രീതിയിൽ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ വിട്ടുപോയ പ്രധാനപ്പെട്ട പാട്ടുകളിലൊന്നാണ് നാട്ടുവഴിയോരത്തെ. തീർച്ചയായിട്ടും അതൊരു രസമുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ പാട്ട് ആദ്യം ചിത്രേച്ചി പാടി, അത് പറയണം, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പ്രത്യേകം പറയണം, കോഴിക്കോട് ഒരു ഭയങ്കര ഫേമസ് ഗിറ്റാറിസ്റ്റും അതേപോലെ തന്നെ ഒരു ഡുവോ ആയിരുന്നു അല്ലേ, 2 ആൾക്കാർ ചേർന്നിട്ടാണ് അത് ചെയ്തത്. നമ്മുടെ ബെനറ്റ് ആൻഡ് വീത്രാഗിനെ എല്ലാവർക്കും അറിയാം, ഒരുപാട് ഗസൽസ് ഒക്കെ പാടുന്ന ആളാണ് അത്. അവർ 2 കൂടി ചേർന്ന് ചെയ്ത പടമാണ് കമൽ സാറിൻ്റെ ഗദ്ദാമ. അപ്പം അത് ചെന്നൈയിൽ റെക്കോർഡ് ചെയ്യുന്ന, അപ്പം ചേച്ചി പാടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്യുവറ്റാണ് എന്നോട് പാടാൻ പറഞ്ഞത്. അപ്പം ചേച്ചി പാടി കേട്ടിട്ട് അത് അപ്പോൾ വലച്ചി എന്ന് പറയുന്ന രാഗത്തിലാണ് പുള്ളി ചെയ്തതെന്നൊക്കെ പ്രത്യേകമായി പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു പാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് ചേച്ചി പാടിയതിൻ്റെ മെയിൽ വേർഷൻ മാത്രമേ ഞാൻ, അതായത് മെയിൽ ഫീമെയിൽ ഡിവിഷൻ ഉണ്ടാവുമല്ലോ, അതിൽ മെയിൽ വേർഷൻ മാത്രം പാടിയാമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല അത് ഫുള്ള് പാടിക്കും, എന്തായാലും പാടുകയല്ലേ, അതങ്ങ് ഫുള്ള് പാടിക്കാന്ന് പറഞ്ഞു. ചേച്ചി പാടി വെച്ചിട്ടുണ്ട്, അതൊന്ന് കേട്ടോ എന്നിട്ട് പാടിക്കുന്നു. അങ്ങനെ ഞാൻ ഫുള്ള് പാടി. അപ്പം എന്നോട് പറഞ്ഞു അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിടും എന്ന് പറഞ്ഞു. പിന്നീട് അത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിജയ് പാടിയ പാട്ട്. അങ്ങനെ വിജയ് അത് കോമ്പിനേഷനായി വന്നു. അപ്പം ബെനറ്റ് പറഞ്ഞു അതിങ്ങനെ വിജയ് പാടി ഒന്നും വിചാരിച്ചു. ഞാൻ പറഞ്ഞു അതും കുഴപ്പമില്ല. പക്ഷെ അത് പിന്നീട് ആ പാട്ട് പിന്നെ ഉപയോഗിച്ചില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബായിൽ ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോയപ്പം അവിടെ ഒരു FM എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ FM അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ആദ്യം പ്ലേ ചെയ്ത പാട്ട് ഇതാണ്, നാട്ടുവഴി. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാട്ട് എൻ്റെ മെയിൽ വേർഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഈ പാട്ട് ഗൾഫിൽ ഭയങ്കര ഹിറ്റാണ് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു അയ്യോ സന്തോഷം, വളരെ സന്തോഷം. അപ്പം അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പം അത് വേണം. നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ പോക്കുവയിൽ വീഴുമ്പോൾ കാത്തു നിന്നാരെ നീ, തരളമൊരു കാറ്റിൻ്റെ പാട്ടിലെ തേൻമൊഴി, ചാറ്റമഴ തീർന്നാലും തോരാ നീർമണി, ഇനിയാരും കാണാതെ പദതാളം കേൾക്കാതെ തിരുവാതിരക്കുളിരിനലകളായി കൂടെ നീ പോരുമോ, നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ പോക്കുവയിൽ വീഴുമ്പോൾ കാത്തു നിന്നാരെ നീ. ഇതേപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി പാടിയ ഒറ്റയ്ക്ക് പാടുന്ന പോകില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു, പക്ഷെ അത് വേറെ ഒരു വേർഷൻ തന്നെ സുബിൻ സാർ ഉണ്ടാക്കിയിരുന്നു ആ പാട്ടിന്. വൈക്കം വിജയലക്ഷ്മി പാടിയത് വേറെ ഒരു ടൈപ്പ്, ഒരു നാടകത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു. സാർ ഇതിനെ വേറൊരു ടൈപ്പിലാക്കിയിട്ട് അതിന്റെ പിച്ചൊക്കെ മാറിയിട്ടുള്ളത്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. പോപ്പുലർ സോങ്സിൽ ഒന്നാണ് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കയിലെ. സ്വയം കോമ്പോസിഷൻസ് ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. സ്വന്തമായിട്ട് ചെയ്തതിൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് വെച്ചത് ചിത്രേച്ചി പാടിയൊരു പാട്ടാണ്. ചേച്ചിയുടെ ഓഡിയോ കമ്പനിക്ക് വേണ്ടിയിട്ടും. അതേപോലെ ആർട്ട് ദർബാർ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു പാട്ട് കൂട്ടുണ്ട്. ഉടനെ തന്നെ രജനീഷിനെ വിളിക്കും, അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പാട്ട് കേൾക്കണം. അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു വർക്കും കൂടിയാണത്. അവരുടെ ആണ് ആ പാട്ട്. മതിലേഖവിൻ വാതിലിൽ ശരറാന്തൽ തിരിനീട്ടവേ, ഋതുവിൻ പരിമളമൊഴുകി നിശതൻ മൃദുലാളനമായി നീ ഉറങ്ങൂ, മതിലേഖവിൻ വാതിലിൽ ശരറാന്തൽ തിരിനീട്ടവേ. ഇപ്പൊ തന്നെ ഹിറ്റ്. ചില പാട്ടുകൾ പെട്ടെന്ന് ഹിറ്റാവും, ചിലത് പതിയായിരിക്കും ഹിറ്റാവുന്നത്, ചിലതൊക്കെ എക്സിസ്റ്റ് ചെയ്യും, ചിലതൊക്കെ പോവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ പാടി പാടി ഇങ്ങനെ തന്നെ എക്സിസ്റ്റൻസ് നിലനിർത്തിക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. ഈ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ ഇവിടെ നിലനിൽക്കുമ്പോഴും പുതിയ പുതിയ പാട്ടുകളൊക്കെ ഒരുപാട് വരണം. ഇല്ലെങ്കിൽ സ്വയം കമ്പോസ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ മാനേജർ കം PR കം എല്ലാ കമ്മും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അടിപൊളി കോംബോ കേട്ടോ നിങ്ങൾ. ഭയങ്കര രസമാണ്. ഇതൊരു ഭംഗിവാക്കല്ല, എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്തതാ. രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിഷാദിനെ യഥാർത്ഥത്തിൽ അറിയാൻ പറ്റിയത് ഇന്റർവ്യൂവിലാണെന്ന്. അതിന്റെ കൂടെ നിങ്ങളെയും കൂടെ അറിഞ്ഞപ്പോ ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ട്. ഒരു ഇന്റർവ്യൂവിന് അപ്പുറത്തേക്ക് ഒരു ഫീൽ കിട്ടില്ലേ. എന്നോട് ആദ്യം പിന്നെ രജനീഷ് ജി ചോദിച്ചല്ലോ നമുക്ക് രണ്ടാൾക്കും കൂടി ഇരിക്കാമോ. അപ്പൊ ഞാൻ സൗജയോട് പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി ഇരിക്കാം. സൗജ ആദ്യം ഒന്ന് വിമുഖത കാണിച്ചു. കാരണം വേണ്ട, എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുക, അതല്ലേ. അപ്പൊ കുറച്ചുകൂടി ഒരു അറ്റൻഷൻ. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട. അങ്ങനെ ഒരാൾ പറയുന്ന സ്ഥിതിക്ക്, ഒരാൾ അങ്ങനെ പറയാറില്ല. അപ്പൊ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്കും ഭയങ്കര സുഖമാണ്. കാരണം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാത്ത അല്ലെങ്കിൽ പറയാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റൊരു തലം പറയാനും ഒരാൾ ആയിട്ടാണ് ഇത് വേറെ തലം. അല്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാ, ഞാൻ എടുത്തു ചാടും. എനിക്കെല്ലാം ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ഇതാണ്. ഒരു അനീതി കണ്ടു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, അങ്ങനത്തെ വളഞ്ഞ വഴികളൊന്നുമില്ല. ക്യൂ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഇതിലെ പോവാം. ഇല്ല, അത് അവിടെ ആ സമയത്തിന് അങ്ങനെ ചിന്തിക്കുന്ന ചിലപ്പോ എടുത്തു ചാടും. അപ്പൊ എന്നെ ഒന്ന് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ഏട്ടനെ പറ്റുള്ളൂ. അല്ല, അത് ചെയ്യരുത്, അത്
ഇന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല, നീ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല, എനിക്ക് അത് സ്റ്റോപ്പാണ് അവിടെ. പക്ഷെ അതേപോലെ ഏട്ടൻ എല്ലാത്തിനും ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കും, പിന്നെ അത് വേണോ, അത് വേണം. അപ്പൊ എന്നെ ഒന്ന് പിടിച്ചു നിർത്താനും ഏട്ടനെ പുഷ് ചെയ്യാനും അങ്ങനത്തെ ഒരു ഈക്വേഷൻ ആണ് ഞങ്ങളുടെ. ഇപ്പൊ ചിത്രേച്ചി പറയുമ്പോ ആദ്യമൊക്കെ ചേച്ചിയുടെ 2007 മുതലുണ്ട് ചേച്ചിയുടെ കൂടെ. അപ്പം ചേച്ചി പറയും കല്യാണം കഴിഞ്ഞതിന് ശേഷം സവിജ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം നല്ല വൃത്തി മെനയൊക്കെ. ചേട്ടനും പറയും, വിജയൻ ചേട്ടല്ലേ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇപ്പൊ കുറച്ചൊരു നന്നായിട്ടുണ്ട്, മറ്റേത് ഒരുമാതിരി ക്രെഡിറ്റ് കംപ്ലീറ്റ് അടിച്ചോണ്ട് പോയോ കേട്ടോ. നിങ്ങൾ ഇത്രയും പാടി കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? പാട്ടല്ലേ നിക്കുന്നത്, പാട്ടല്ലേ മെയിൻ നിക്കുന്നത്. വേറെ സന്തോഷം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.